ലഹരിക്കെതിരെ ഒരു ബഹുജന സംഗമമാണ് ഇവിടെ നടക്കുമ്പോൾ. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാക്കിയിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ സ്വാഗതം ആദ്യമായി അറിയിക്കുകയാണ്. നമ്മുടെ യോഗ പരിപാടി വരുന്നതിന് മുമ്പ് പഹൽഗാം ഭീകരരോട് ഏറ്റുമുട്ടിയ വീരമൃത്യു വരിച്ച ജവാന്മാർക്കും അതുപോലെ തന്നെ ആ ഒരു മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരു മിനിറ്റ് ഒരു മൗന പ്രാർത്ഥന. നമ്മുടെ രാജ്യം ഇന്ന് ലഹരിയുടെ തടവറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പലതരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും വീട്ടിലും നാം അറിയാതെ വന്നുപോകുന്ന ഒരു വിപത്താണ്. ഇതിനെ എങ്ങനെ നമ്മൾ നമ്മുടെ ചെറുത്തുനിൽപ്പ് എങ്ങനെ കൊണ്ടുവരണം, അതുപോലെ തന്നെ ഈ തടവറയിലുള്ള ആളുകളെ നമ്മൾ കൈകോർത്തുകൊണ്ട് അവരെ എങ്ങനെ മോചിപ്പിച്ചെടുക്കണം എന്നൊക്കെയുള്ള ഒരു വിഷയമാണ് നമുക്ക് ഇവിടെ ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിൽ നമ്മൾ ആശയവിനിമയം നടത്തേണ്ടത്. വോട്ടേഴ്സ് വോയ്സ് എന്ന സംഘടന 2-3 കൊല്ലക്കാലമായിട്ട് ഒരു രജിസ്ട്രേഷൻ സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അതിന്റെ ഭരണഘടന പ്രകാരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ചെയ്തു പോരുന്നത്. കൊണ്ടോട്ടി താലൂക്കിന് കീഴിൽ ഒരു 10 വർഷം മുമ്പ് വിവിധ സാമൂഹിക പ്രവർത്തനം ഒത്തുകൂടിക്കൊണ്ട് ഇവിടെ ഒരു വോട്ടേഴ്സ് വോയ്സിന് ഒരു നേതൃത്വം ഉണ്ടാക്കുകയും ജനങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് മുന്നിട്ടിറങ്ങുകയും നമ്മുടെ ഈ കൊണ്ടോട്ടി താലൂക്കിന്റെ കീഴിൽ വിവിധ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് വോട്ടേഴ്സ് വോയ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നാട്ടിലും വീട്ടിലും നമ്മൾ ആരും തന്നെ അറിയാതെ ഈ ലഹരിയുടെ ഭാഗമായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും വലിയ വിഷമങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ കാര്യങ്ങളിലേക്ക് പോരാടണം. വോട്ടേഴ്സ് വോയ്സ് എന്ന സംഘടന ഇതിന് മുന്നിലുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് വിവിധ സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസുകാർ നമ്മുടെ ഈ ഭാഗമായിട്ട് നമ്മൾ ഒപ്പത്തിനൊപ്പം ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടായ രീതിയിൽ കൂടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ലഹരിക്കെതിരെ നമ്മുടെ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. അതിന് വേണ്ട സഹായങ്ങളും കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് പോലീസും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും നമുക്കൊപ്പം തന്നെ ഈ വോട്ടേഴ്സ് വോയ്സിന്റെ ചടങ്ങിലുണ്ട്. ഞാനിവിടെ നമ്മുടെ വോട്ടേഴ്സ് വോയ്സിന്റെ അധ്യക്ഷനായ ശ്രീ മാൻ മുസ്ലിയാരെ ആദ്യമായി ഞാൻ മുഖ്യ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥിയും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ നമ്മുടെ കൊണ്ടോട്ടി സർക്കിൾ ഇൻസ്പെക്ടർ PM ഷമീർ അവർകളെ അധ്യക്ഷനായ അധ്യക്ഷൻ KT റഹ്മാൻ തങ്ങളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുഖ്യപ്രഭാഷണം ശ്രീമതി സില്ല PS വനിതാ സിവിൽ എക്സൈസ് ഓഫീസറെ ഈ വേദിയിലേക്ക് അറിയിക്കുന്നു. നമുക്ക് ഇവിടെ നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥരും നമുക്ക് വലിയ രീതിയിലുള്ള ആശയങ്ങൾ കൈമാറുന്ന ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, കൊണ്ടോട്ടി വോട്ടേഴ്സ് വോയ്സ് സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഈ യുവജന സംഗമം ഇന്ന് നമ്മുടെ രാജ്യം ഒന്നടങ്കം ലഹരി പദാർത്ഥങ്ങളെ കൊണ്ട് മലീമസമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. കേരളം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല, വിദ്യാഭ്യാസ മേഖലകൾ, വിദ്യാഭ്യാസ ക്യാമ്പയിനുകൾ, നമ്മുടെ പരിസരങ്ങൾ, നമ്മുടെ വീടുകൾ, നാമുമായി ബന്ധമുള്ള പലരും ലഹരിക്ക് വിധേയമായി അവരുടെ പ്രവർത്തന മേഖലയിൽ തളയിട്ടുകൊണ്ട്
മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ വീടിനെയും നമ്മുടെ അടിമ സന്താനങ്ങളെയും നമ്മുടെ പരിസരവും നമ്മുടെ രാജ്യവും ഈ ലഹരി മുക്തമാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തന മേഖലകളിൽ നാം മുന്നേറേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഉടലെടുത്തു വരുന്ന ഒരു കാതലായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയോട് എല്ലാ നാട്ടുകാരും സഹപ്രവർത്തകരും ഇതിനോട് പൂർണ്ണമായും സഹകരിക്കുകയും നമ്മുടെ രാജ്യത്ത് നിന്ന് ലഹരിയുടെ ഉപയോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി എല്ലാവിധ പരിശ്രമങ്ങളും ജാഗ്രതയോടെ നടത്തണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഈ പരിപാടി അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ CI സാർ അവர்களാണ്. അതേപോലെ നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ ഷില്ല സാർ അവர்களാണ്. അവരെല്ലാവരും നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗ നിർമ്മാർജ്ജനത്തിന്റെ മേഖലകൾ അവർ വിശദീകരിക്കപ്പെടുമ്പോൾ നാം അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നാം കൂട്ടമായിക്കൊണ്ട് പൊതുജനത്തെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്കതിനെ ഈ സ്ഥലത്തു നിന്നും നമ്മുടെ പ്രദേശത്ത് നിന്ന് തന്നെ നമ്മുടെ ഈ ജില്ലകളിൽ നിന്ന് തന്നെ നമുക്കതിന് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട്. അതിനായി നാം എല്ലാവരും ജാഗരൂകരാകുകയും അതിൻ്റെ പ്രവർത്തന ഗോതയിൽ സജീവമായി ഇറങ്ങുകയും നാം കണ്ടില്ല നാം കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങുന്നതിലുപരി നമ്മുടെ അടുത്ത മിത്രങ്ങൾ അതിൽ പെട്ടുകൊണ്ട് കൊള്ളയും കൊലയും അതേപോലെ സ്വന്തം മാതാവിനെയും പിതാവിനെയും അറുവര ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ എന്തെല്ലാം റിപ്പോർട്ടുകളാണ് ഒരു ദിവസവും നേരം പുലരുമ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മദ്യലഹരിയിൽപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ഉമ്മയെ ചവിട്ടിക്കൊന്ന ഒരു സംഭവം ഇന്ന് കേൾക്കാനിടയായി. എന്താണ് നാം നേരം പുലരുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭീകരമായ സംഭവങ്ങൾ കേൾക്കാനും സഹിക്കാനും കഴിയാത്ത നിലയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നാം കേട്ടില്ല കണ്ടില്ല എന്ന നില നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഒന്നടങ്കം ലഹരിയുടെ മാഫിയകൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരവസ്ഥ സംജാതകമായി തീരും. അതുകൊണ്ട് തന്നെ നാം എന്ത് വില കൊടുത്തും എല്ലാ നിലയിലും ജാഗ്രതയോടെ ലഹരി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള എല്ലാ വഴികളും പേടിപ്പിടിച്ചുകൊണ്ട് കൂട്ടമായി നേരിടണം. ഒറ്റക്ക് നേരിട്ടാൽ ആ പരിപാടി വിജയിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജനസമൂഹം ഒന്നടങ്കം കയ്യോർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് നമ്മുടെ ഈ പ്രദേശത്തു നിന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ ക്യാമ്പയിനുകളിൽ നിന്ന് നമുക്ക് അതിനെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട്. അതിന് എല്ലാവരും സജീവമായി രംഗത്തിറങ്ങുകയും അതിന് വേണ്ടുന്ന എളുപ്പത്തിൽ ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ കുടുംബമായി ചിന്തിക്കുകയും അതനുസരിച്ച് ജാഗ്രതയോടെ പ്രവർത്തിച്ചുകൊണ്ട് ലഹരി നിർമ്മാർജ്ജനത്തിനായി നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് മാത്രമേ നമുക്ക് ഈ രംഗം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ ശ്രദ്ധാലുക്കളാവുകയും നാം കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കാതെ എല്ലാം നമ്മുടെ അരിമ സന്താനങ്ങളിൽ പെട്ടുപോകും. അത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പെട്ടവരെ പിന്തിരിപ്പിക്കുകയും ഇനി പെടാനുള്ളവരെ കാത്തുരക്ഷിക്കുകയും ചെയ്യേണ്ടുന്ന ചുമതല നമ്മളിൽ അർപ്പിതമാണ് എന്ന ബോധത്തോടുകൂടി നാം പ്രവർത്തിച്ചു മുന്നോട്ട് പോകാമെന്നും ഈ സന്ദർഭത്തിൽ ഉണർത്തപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടി ഇവിടെ നടത്തുവാൻ നമ്മൾ തീരുമാനിക്കുകയും അതനുസരിച്ച് നമ്മൾ അതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ഇതിലൂടെ നമുക്ക് അതിൻ്റെ പ്രവർത്തന മേഖല വികസിപ്പിച്ചെടുത്തുകൊണ്ട് എല്ലാ നിലയിലും ലഹരി പദാർത്ഥ
വ്യാപനം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതിനായി എല്ലാവരും സജീവമായി സഹകരിക്കണം. ഈ വോട്ടേഴ്സ് വോയിസിന്റെ പ്രവർത്തനത്തോട് എല്ലാവരും സഹകരിക്കുകയും നമുക്ക് ഇതിനെ ഈ പ്രവർത്തനം മുഖേന നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതിനായി എല്ലാവരും പ്രത്യേകം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മോട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ CSR അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അധ്യക്ഷൻ യോഗത്തിലെ മുഖ്യാതിഥി റഹ്മാൻ തങ്ങൾ ചോയ്സിന്റെ കൊണ്ടോട്ടി സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു ബഹുജന സംഗമമാണ് നമ്മളോട് കൂടുന്നത്. ലഹരി ഒരു വലിയൊരു വിപത്തായിട്ട് നമ്മുടെ സമൂഹത്തെ ഒരുപാട് രസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു യോഗങ്ങൾ ഒക്കെ സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെമ്പാടും മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തകൾ എത്രമാത്രം ഭീതിതമാണ് നമ്മുടെയൊക്കെ സാഹചര്യങ്ങളെന്ന് വ്യക്തമാക്കി തരുന്നത്. നമ്മുടെ നാട്ടിലെ മുഴുവൻ സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക സംഘടനകളെല്ലാം ഈ ഒരു ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് നമുക്ക് നൽകുന്നത്. കേരളത്തിലെമ്പാടുമുണ്ട് എല്ലാവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും അവരുടേതായ ഈ വിപത്തിനെതിരെയുള്ള നീക്കങ്ങൾ നടത്തി വരുന്നു. അത് പള്ളികളിലാവട്ടെ, അമ്പലങ്ങളിലാവട്ടെ, എല്ലായിടത്തും അവരുടെ ക്ഷേത്ര കമ്മിറ്റികളോ മഹല്ല് പരിപാലന സമിതികളും അങ്ങനെ അവരുടെ എല്ലാ വേദികളും ഇത്തരം ഒരു കാര്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു. നമുക്ക് ലഹരിയുടെ വിപത്ത് എന്താണ്, അല്ലെങ്കിൽ ലഹരി കൊണ്ടുണ്ടാകുന്ന ഈ നാട്ടിലുണ്ടാകുന്ന ആപത്ത് എന്താണെന്ന് നമ്മൾ ഇനി പുതിയൊരു കാര്യമായിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എങ്ങനെ ഇതിനെതിരെ നമുക്ക് പ്രതിരോധിക്കാമെന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് ദൂഷ്യവശങ്ങൾ എന്താണ്, അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്താണ്, ഇതൊന്നും ഇനി നമ്മുടെ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ നാട്ടുകാരെ ബോധവൽക്കരിക്കേണ്ടതോ അല്ല കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ് MDMA, എന്താണ് കഞ്ചാവിന്റെ പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ MDMAയുടെ രാസലഹരികളുടെ പ്രത്യേകതകൾ എന്താണ്, അതെങ്ങനെ തിരിച്ചറിയാം, ഇതൊന്നും നമ്മൾ ഇനി ആളുകളെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഇത്തരം ഒരു വിപത്തിലേക്ക് വന്നത് എന്ന് ഒരു സംശയം നമ്മുടെ ഇപ്പോഴത്തെ പഠന ഗവേഷണങ്ങൾക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഈ യുവാക്കളെയും കുട്ടികളെയൊക്കെ ഇതാണ് MDMA, എങ്ങനെ MDMAയുടെ ഉപയോഗിച്ചാൽ ഇതായിരുന്നു അതിന്റെ സുഖം, അല്ലെങ്കിൽ MDMA കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന നാട്ടുകാർക്കും യുവജനങ്ങൾക്കും കൗമാരക്കാർക്കും ഇതെന്താണ് ഇത്ര വലിയ സംഭവം എന്താണ്, ഇതെന്നാ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കണമല്ലോ, അന്ന് ഇതിന്റെ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. ഇതൊക്കെ അങ്ങനെയൊക്കെ മനുഷ്യനെപ്പോഴും കൗതുകം കൂടുതലുള്ളവരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൂടുതൽ കൗതുകം ആളുകൾക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫലമായിട്ട് ഈ നാട്ടിൽ ഇത് വ്യാപിച്ചു എന്നുള്ളത് ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. നമുക്കറിയാം 2019 പ്രളയം, അല്ലെങ്കിൽ 2020 2021 ഉണ്ടായ നമ്മുടെ കൊറോണ കാലഘട്ടം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ ലഹരി ഇത്രയും വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചു തുടങ്ങി.
നമുക്കറിയാം, ഒരു 5 വർഷം മുമ്പ് ഇത്രമാത്രം ലഹരികളോ ഇത്രമാത്രം ലഹരി കേസുകളോ ഒന്നും പോലീസോ എക്സൈസോ ഒന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഇത്ര ഉണ്ടായിരുന്നില്ല, അത് യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ മറ്റൊരു സാമൂഹ്യ പ്രത്യേകത ഈ കൊറോണയുമായി ബന്ധപ്പെട്ട പോസ്റ്റ് കൊറോണ കാലഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ എന്നത് മറ്റൊരു പഠനം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും പഠനങ്ങൾ അങ്ങനെ നടന്നുകൊള്ളട്ടെ, പക്ഷെ ഇത് നാട്ടിൽ എമ്പാടും ഈ വല്ലാതെ രീതിയിൽ നമ്മുടെ സമൂഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ നമ്മൾക്ക് പ്രധാനമായിട്ടും ഇതിനെതിരെയുള്ള ബോധവൽക്കരണം അല്ല, ഇതിനെതിരെയുള്ള ഒരു പ്രതിരോധമാണ് നമ്മുടെ ഈ നാട്ടിൽ നടപ്പാക്കേണ്ടത്. ഈ മാഫിയക്കെതിരെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? നിയമപരമായി പിടിക്കുവാനും അതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതും പോലീസും എക്സൈസും ഒരു ഭാഗത്തുണ്ടായിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് നമ്മൾ സാമൂഹികമായി ഇവരെ പ്രതിരോധിക്കുവാൻ ഈ കുറ്റവാളികൾക്കെതിരെ, ഈ കുറ്റക്കാർക്കെതിരെ, ഈ മാഫിയക്കെതിരെ സാമൂഹികമായി നമുക്ക് പ്രതിരോധിക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതിനൊക്കെയാണ് ഇത്തരം വേദികൾ നമ്മളൊരു ഇതിന് സാഹചര്യം ഒരുക്കുന്നത്. കൊണ്ടോട്ടി വോട്ടേഴ്സ് വോയിസ് ഇങ്ങനെ ഒരു ഉദ്യമം നടത്തുന്നതിൽ വളരെ വലിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം, പോലീസ് എക്സൈസ് തുടങ്ങിയ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന സർക്കാർ ഏജൻസികൾ പോലീസിന്റെ ഇവരുടെയൊക്കെ കർത്തവ്യം നിർവഹണത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ ലഹരിക്കെതിരെയുള്ള നടപടികൾ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, അത് ഒരു പൊതുവായ വേദിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല. എന്നിരുന്നാലും നമ്മൾ നിയമപരമായി നമ്മൾ പോലീസ് ഈ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവർക്ക് സഹായിക്കുവാൻ ഇവിടെയുള്ള നാട്ടുകാർ, നമ്മൾ കൊണ്ടോട്ടി അങ്ങാടിയിൽ നമ്മളൊരു ലഹരി ഒരു കിലോ കഞ്ചാവ് കൊടുത്തു, അല്ലെങ്കിൽ 2 കിലോ കഞ്ചാവ് കൊടുത്തു, അല്ലെങ്കിൽ 10 ഗ്രാം MDMA പിടിച്ചാൽ നമ്മുടെ പോലീസിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ എക്സൈസിന്റെ പ്രൊസീജിയർ പ്രകാരം നമ്മുടെ നാട്ടിലുള്ള 1-2 പേര് ഇതിന്റെ സാക്ഷികളായി, അല്ലെങ്കിൽ ഈ പ്രൊസീജിയറിൽ പോലീസിനോ എക്സൈസിനോ ഞങ്ങളിങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ സാക്ഷികളായി പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ ആ മനസ്സ് തയ്യാറാക്കിയാണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ഈ മനസ്സിന് സാക്ഷികളായി ഒപ്പിടുവാനൊക്കെ 2 പേർ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇത്തരം നടപടികൾ അതിന്റെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലപ്രാപ്തിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ നാട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും നിയമാനുസൃതമായി ചെയ്യുന്ന സർക്കാർ ഏജൻസികൾ എന്ന നിലയിൽ പോലീസിനും എക്സൈസിനും നൽകേണ്ട സഹായങ്ങളാണ്. അതിന് വിമുഖത കാണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തോടുള്ള ഒരു കടപ്പാട് ബാധ്യതയെ നമ്മൾ അറിയാതെയെങ്കിലും അത്തരം കാര്യങ്ങളിൽ നിന്നും പിന്നോക്കം വലിയുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് ഇനി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. നമ്മുടെ നാടുകളിൽ എവിടെയെങ്കിലും ഇത്തരം ഒരു പ്രവൃത്തികൾ നടപ്പിലാക്കുമ്പോൾ, നിയമപരമായി നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിന് കൂടെ പോലീസിനെ എക്സൈസിനെ സഹായിക്കും. ആ നാട്ടുകാരോട് ആ ഒരു സംഭവ സ്ഥലത്ത് ഞങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഇതിന്റെ പ്രവൃത്തികൾ, അതിന്റെ പ്രൊസീജിയറുകൾ നടക്കുന്നത് എന്ന് നമ്മൾ സാക്ഷികളായിട്ട് നിൽക്കണം. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം NDPS നിയമത്തിൽ നമുക്ക് പോലീസ് ഒരാളെ പിടിക്കുന്നത് പോലീസിന്റെ തന്നെ സാക്ഷികളെ കൊണ്ടോ അല്ലെങ്കിൽ എക്സൈസിന്റെ സാക്ഷികളെ കൊണ്ട് മാത്രം ഇത് വിജയിപ്പിക്കാൻ കഴിയും. അത് ഏത് കാര്യമാണെങ്കിലും നമ്മൾ പോലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സൈസ് ചെയ്യുമ്പോൾ അത് നിയമപരമായിട്ട് കോടതി വിചാരിക്കുന്നത് പോലീസ് വച്ചു കൊടുത്തതാണ്. അല്ലെങ്കിൽ എക്സൈസ് അത് ഇവരുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് നമ്മൾ ചെക്കാണ് എന്നാണ് കോടതി വിചാരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഭരണഘടന അങ്ങനെയാണ് നമ്മൾ എഴുതി വെച്ചത്. അപ്പൊ അതിന് നമ്മൾ സാക്ഷികൾ, അപ്പൊ എന്തിനാണ് സാക്ഷികൾ നമ്മൾ അല്ലാതെ തെളിയിക്കുന്നതാണ് ഒരു സ്വതന്ത്ര സാക്ഷികൾ. ആ നാട്ടുകാരിൽ 2 പേരുണ്ടായി. നാട്ടുകാരുടെ സാക്ഷ്യത്തിൽ വെച്ചാണ് ഇത്തരം പ്രവൃത്തികളെല്ലാം ചെയ്തത്. അതിന് ഞങ്ങൾ ആരും ഒരു തെറ്റായ രീതിയും അവലംബിച്ചിട്ടില്ല. എല്ലാം എല്ലാം ഭംഗിയായിട്ടാണ് അത് ചെയ്തത് എന്ന് ഈ 2 സാക്ഷികളാണ് കോടതിയെ ധരിപ്പിക്കുന്നത്. ഇത് സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ CI
ആ കുറ്റവാളിയെ പിടിച്ചു വച്ചിരിക്കുന്നതും ആ കുറ്റവാളിയുടെ കയ്യിൽ നിന്നും ഇത്ര സാധനം എത്ര മുതൽ കണ്ടെടുത്തതും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ വച്ചാണ്. ബഹുമാനപ്പെട്ട കോടതി ഇത് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് ഈ കേസ് അല്ലെങ്കിൽ ഇത് ഫലപ്രാപ്തിയിലെത്തുന്നത്. അതിനാണ് നമ്മുടെ നാട്ടുകാർ മുൻകൈ എടുക്കേണ്ടതും നാട്ടുകാരെ മുന്നോട്ട് വരേണ്ടതും ഇത്തരം കാര്യങ്ങൾക്കാണ്. അതിനാണ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ബോധവൽക്കരണം ലഭിക്കേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സാന്ദർഭികമായി പറയേണ്ട ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം സപ്പോർട്ട് ഈ അടുത്ത കാലത്തായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വളരെയധികം പിന്തുണ കിട്ടിയിട്ടുണ്ടെന്ന് കൂടി ഞാനിപ്പോൾ ഇവിടെ പറയുന്നു. അതിനിയും തുടരട്ടെ, അതിനിയും കൂടുതൽ ആളുകൾ മുന്നോട്ട് വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലഹരി വ്യാപനത്തിനെതിരെ അല്ലെങ്കിൽ ഈ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്ന ഈ അവസരത്തിൽ എല്ലാവിധ പിന്തുണയും നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെ ഈ ജീവിക്കുന്ന ചുറ്റുപാടുള്ള ആളുകളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. അതിന് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവണേ എന്നും ആശംസിച്ചുകൊണ്ടും ഇതിന് നല്ലൊരു ക്ലാസ് ഇവിടെ ഇതുമായി ഡിപ്പാർട്ട്മെന്റിന് ഒരു ദിവസം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് കൂടുതൽ കാര്യങ്ങൾ അവരെ ഇക്കാര്യത്തിൽ നിങ്ങളോട് സംവദിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച കൊണ്ടോട്ടി വോട്ടേഴ്സ് വോയിസ് എന്ന ഒരു സംഘടനയ്ക്ക് അതിൻ്റെ പ്രവർത്തകർക്കും അതിൻ്റെ നേതാക്കന്മാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. പ്രിയമുള്ളവരെ, വോട്ടേഴ്സ് വോയിസ് കൊണ്ടോട്ടി സംഘടിപ്പിക്കുന്ന ബഹുജന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കൊണ്ടോട്ടി SHO ശങ്കർ സാർ ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ജില്ലാ മേഡമുണ്ട്, മുഖ്യ അതിഥിയായിരിക്കും നമ്മുടെ പ്രത്യേക മാന്യനായിരിക്കുന്ന ബഹുമാനങ്ങളുണ്ട്. വിവിധ സാമൂഹ്യ സംസ്കാരങ്ങളുടെ വ്യക്തിത്വങ്ങൾ ഇവിടെ ഈ പരിപാടിയോട് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ അടുത്ത നമ്മുടെ പരിപാടിക്ക് ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി പറയുകയാണ്. സാറ് പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത കാലത്തായിട്ട് ലഹരിയും അനുബന്ധ പ്രശ്നങ്ങളുമൊക്കെ സമൂഹത്തെ വല്ലാതെ പിടികൂടിയെന്ന് പറഞ്ഞപ്പോൾ പോലീസിനാണെങ്കിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പൊതുസമൂഹത്തിൽ നിന്ന് വലിയ തോതിൽ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണത്തിന്റെയും കൂടിച്ചേരലിൽ കൂടിയാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മറ്റൊരു സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ ആപ്തവാക്യം തന്നെ വളരെ വ്യക്തമാണ്. കേരളത്തെ ഓർത്തു പിടിക്കാം, പ്രതിരോധിക്കാം, ചേർത്ത് പിടിക്കാം, സംരക്ഷിക്കാം എന്നുള്ളതാണ്. ഓർത്തു പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റും പൊതുജനങ്ങളും ഓർത്തു പിടിച്ചാൽ ഈ ലഹരിയെ നമുക്ക് പ്രതിരോധിച്ച് മാറ്റി നിർത്താൻ പറ്റും. ചേർത്ത് പിടിച്ചാൽ ഈ ലഹരിയുടെ കയത്തിൽ പോകുന്ന മക്കളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അങ്ങനെ ഓർത്തു പിടിച്ചാൽ പ്രതിരോധിക്കാമെന്നും ചേർത്ത് പിടിച്ചാൽ സംരക്ഷിക്കാമെന്നുമുള്ള വളരെ കാലികപ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കൊണ്ടോട്ടിയുടെ തെരുവോരത്ത് വെച്ച് വോട്ടേഴ്സ് വോയിസ് ഈ വൈകുന്നേര സമയത്ത് ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കാൻ പോകുന്നത്, അടുത്ത ഈ പരിപാടിയുടെ ഭാഗമായി നടക്കാൻ പോകുന്നത് ഒരു പ്രദേശം മൊത്തമെടുക്കോ ഇരുട്ടായി കഴിഞ്ഞാൽ ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെടുകയും ആ പ്രദേശത്തേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യം സംജാതമായ സമയത്ത് ആ പ്രദേശത്തുള്ള സാധാരണക്കാരനായ ഒരു പറ്റം ആളുകൾ ഈ ലഹരി ശക്തിക്കെതിരെ ശക്തമായിരിക്കുന്ന പ്രതികരണമായി രംഗത്ത് വരികയും ആ പ്രദേശത്തെ ഇപ്പോൾ ലഹരി മാഫിയയിൽ നിന്ന് മോചിപ്പിച്ച് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിളവുകളെ മാറ്റി സമാധാനത്തോടുകൂടി അന്തിവാങ്ങാൻ പറ്റിയ ഒരു പ്രദേശമാക്കി മാറ്റിയ ഈ കൊട്ടപ്പുറം പുലിക്കൽ പഞ്ചായത്തിലെ കൊട്ടപ്പുറം എന്ന് പറയുന്ന ആലപ്പറമ്പ് എന്ന ഭാഗത്ത് ഒരു സംഘടനയുണ്ട്, ഒരു ഗ്രാമീണ സംഘടനയുണ്ട്, നാട്ടൊരുമ റെസിഡൻഷ്യൽ അസോസിയേഷൻ. വർഷങ്ങളായിട്ട് ആ പ്രദേശത്ത് ശക്തമായിരിക്കുന്ന ലഹരി ബോധവൽക്കരണ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഒരുപാട് അമ്മമാരുടെയും ഉമ്മമാരുടെയും കണ്ണീരൊപ്പാൻ അതിന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വേദി വെച്ചുകൊണ്ട് നമ്മുടെ ആദരണീയനായ ഉദ്ഘാടകൻ ഷമീർ സാർ വോട്ടേഴ്സ് വോയിസ് ആ സംഘടനയ്ക്ക് നൽകുന്ന ഒരു സ്നേഹോപകാരം ഒന്നുമില്ല.
വർഷങ്ങളോളമായിട്ട് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇപ്പൊ നമുക്കറിയാം ലഹരി ബോധവൽക്കരണമൊക്കെ പലതരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സാപ്പിൽ വരാനും ഫേസ്ബുക്കിൽ വരാനും ഇൻസ്റ്റാഗ്രാമിൽ ഇടാനും ഒരു ഫ്ലെക്സ് പിടിച്ചുകൊണ്ട് പല ആളുകളും പല ലഹരി ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നാട്ടൊരുമ റെസിസ്റ്റ് അസോസിയേഷൻ വർഷങ്ങളായിക്കൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ, നല്ലവരായ നാട്ടുകാരെ, നിങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ട് ഒട്ടപ്പുറം പാലപ്പുറം എന്ന പ്രദേശത്തുള്ള ആ കുഗ്രാമത്തിൽ ശക്തമായിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന നാട്ടൊരുമ റെസിസ്റ്റന്റ് അസോസിയേഷനെ വോട്ടേഴ്സ് വോയിസ് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് മാന്യ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വോട്ടേഴ്സ് വോയിസ് നൽകുന്ന ഈ സ്നേഹോപകാരം നൽകാൻ പ്രിയപ്പെട്ട സമീർ സാറേയും ഏറ്റുവാങ്ങാൻ നാട്ടൊരുമ റെസിസ്റ്റന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് റഷീദ് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊള്ളുകയാണ്. അടുത്തായിട്ട് നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യാതിഥിയായിരിക്കുന്ന, നമുക്കറിയാം ഗ്രാമീണ മലയാളത്തിന്റെ പ്രതീകമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി പോയ മുൻകൂട്ടി നേർച്ച. എന്തുകൊണ്ടോ അറിയില്ല, കഴിഞ്ഞ 14 വർഷക്കാലമായി ആ ഗ്രാമീണ മലയാളത്തിന്റെ കൂട്ടായ്മ അന്ത്യമുറങ്ങിയിരുന്നു, അല്ലെങ്കിൽ അവസാനിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പുനഃസ്ഥാപിക്കപ്പെടുകയും അതിന് ആധികാരികമായ ധാർമ്മികമായ അധികാരം കൊടുക്കുന്ന സ്ഥാനീയനായിരിക്കുന്ന ഈ പരിപാടിയുടെ മുഖ്യ അതിഥി കൂടിയായിരിക്കുന്ന ഈ പരിപാടി കുറിച്ച് ആദ്യമായി സംസാരിച്ചത് പ്രിയപ്പെട്ട നമ്മുടെ തങ്ങളോടാണ്. 2 വാക്ക് ഈ പരിപാടിക്ക് ആസ്വദിക്കാൻ വേണ്ടി അത് ഞങ്ങളെ ക്ഷണിച്ചുകൊള്ളുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ബഹുമാന്യനായ CIM സമീർ സാർ അവരുടെ, പോലീസ് ഓഫീസർ ജില്ലാ മാതാക്കളെ, എൻ്റെ സുഹൃത്തുക്കളെ, ഈ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തർ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന എന്ന് പറയണം. എൻ്റെ സുഹൃത്തുക്കളെ, പഴയ കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി നമ്മളുടെ ഇന്നത്തെ ഏറ്റവും വലിയ സാമൂഹിക വിപത്ത് ലഹരിയും നിൽക്കുന്നുണ്ട്. ഓരോ ദിവസവും പത്രമെടുത്ത് നോക്കും, അല്ലെങ്കിൽ പത്രം തുറക്കാൻ നോക്കുമ്പോൾ, TV ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ നെഞ്ഞിടിപ്പോട് കൂടിയാണ് എവിടെയെല്ലാം ഏതെല്ലാം ഭാഗത്ത് ചെറുപ്പക്കാർ ഈ അടിമപ്പെട്ടിട്ടുണ്ട്. അത്രയെല്ലാം കേസുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതൽ മധ്യവയസ്സ് വരെയുള്ള എല്ലാവരും ഈ വിപത്തിൽ അറിയാതെയോ അറിഞ്ഞുകൊണ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ ബോധവൽക്കാരാക്കുക. അതേപോലെ തന്നെ അവരുടെ അമ്മമാർക്കും ഉമ്മമാർക്കും അച്ഛന്മാർക്കും ബാപ്പമാർക്കും അതിനുവേണ്ട പ്രചോദനം നൽകുക എന്നതുകൂടി ഇപ്പോഴത്തെ വളരെ ശ്രദ്ധേയമായിട്ടും CI സാർ നേരത്തെ പ്രസംഗിച്ചതുപോലെ അതാണ് നമ്മൾ നാട്ടുകാർ എല്ലാ വിധത്തിലും സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാമൂഹ്യ ബാധ്യത ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച വോട്ടേഴ്സ് വോയിസിന് എല്ലാവിധ നന്മകളും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷമീർ സാറിനും ജില്ലാ മാഡത്തിനും മറ്റു സുഹൃത്തുക്കൾ, ഞാൻ ആരെയും നേരത്തെ പലതരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല, ആരും ഒന്നും വിചാരിച്ചിട്ട് സമയം വളരെ വൈകിട്ടുണ്ട്. ഈ നമ്മുടെ സാമൂഹ്യ വിപത്തിനെ എന്നേക്കുമായി പരിമാർജനം ചെയ്ത് നല്ല ഒരു സമൂഹത്തെ വാർത്തകൾ സർവശക്തനായ നമുക്ക് സാധിപ്പിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ സഹായങ്ങളും അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ, ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ, പോലീസിലെയും എക്സൈസിലെയും ഉദ്യോഗസ്ഥർക്ക് അതിനുവേണ്ട കഴിവ് നൽകട്ടെ, അതിനുവേണ്ട ധാർമ്മിക സംരക്ഷണം നൽകട്ടെ എന്നുകൂടി ഞാൻ ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ വോട്ടേഴ്സ് വോയിസ് ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. വളരെയധികം എന്താണ് ഒരു വാക്കുകളാൽ വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളാൽ ജോലിക്കുന്നതാണ്. കാരണം ഇത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒഴുകുന്നത്. ഓരോ ഉമ്മക്കും, ഓരോ മാതാവിനും, ഓരോ പിതാവിനും, ഓരോ അച്ഛനും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. തങ്ങളുടെ മക്കൾ ഈ അധ്യാപത്തിൽ കുട്ടിക്കഴിഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. കുട്ടിക്കില്ലെന്നുള്ള അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാനസിക നില വളരെ പരിതാപകരമായ, വളരെ സങ്കടകരമായ ഒരവസ്ഥയിലേക്ക് പോകും.
സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഈ തരുണത്തിൽ ഉദ്യോഗസ്ഥരുമായിട്ടും നാട്ടുകാരുമായിട്ടും പ്രവർത്തകരുമായിട്ട് സഹകരിക്കണം എന്നുകൂടി ഒരിക്കൽ ഓർമ്മിപ്പിച്ചും എല്ലാവിധ വാഹനങ്ങളും നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നിന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവർത്തനാർത്ഥിക്കുന്ന അവസ്ഥകൾ ആശ്രയിച്ചിട്ടുണ്ടാകുന്നു. ربنا أسألك في هذا المجلس خير بركة من الله. ربنا أسألك في هذا المجلس خير بركة من الله. ورزقنا الله إلا ما نريد. അടുത്തായിട്ട് നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജില്ലാ മേഡമാണ്. അനവധി ബോധവൽക്കരണ ക്ലാസുകളിലൂടെ വളരെ ശ്രദ്ധേയമായ മലപ്പുറം ജില്ലയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജില്ലാ മേഡത്തെ കോട്ടേജ് ബോയ്സിന് വേണ്ടി കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, CI സാറ്, വേദിയിലിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, ഇവിടെ ചുറ്റും നിന്ന് ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചുറ്റും നിൽക്കുന്ന പ്രിയമുള്ള നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് മാസങ്ങളായി നമ്മളെല്ലാവരും ഒന്ന് സടകുടഞ്ഞ് ഉണർന്ന് എഴുന്നേറ്റ ഒരു രീതിയിലാണ്. ഇവിടെ ഇതേ ഏരിയയിലെ ഇതിനു മുൻപും ഒന്നിൽ കൂടുതൽ തവണ തന്നെ ഈ ഒരു സംഘടനയുടെ പേരിൽ മാത്രം വ്യത്യാസം വന്നുകൊണ്ട് ഇതേ കാര്യങ്ങൾ സംസാരിക്കാൻ ഈ വേദിയെ വന്നു നിൽക്കുന്ന സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പലതവണ ഇപ്പൊ സാറ് സൂചിപ്പിച്ചു അതിന്റെ ലഹരി ഉപയോഗങ്ങളുടെ ഭവിഷ്യത്തുകൾ, അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് എന്ത് സംഭവിക്കുന്നു, കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു, സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഇനിയും പറഞ്ഞു പഠിപ്പിച്ചു തരേണ്ട ഒരു കാര്യം നമുക്കില്ല. കാര്യങ്ങളൊക്കെ വളരെ പല ദിവസങ്ങളായി, പല മാസങ്ങളായി, വർഷങ്ങളായി പല രീതികളിൽ സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് ആവശ്യം പ്രസംഗമല്ല, പ്രവൃത്തിയാണ്. ഓരോ തവണ ഇതേ വേദിയിലും പല വേദികളിലും ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു പോകുമ്പോൾ കുറച്ച് വർഷങ്ങളായി ഈ ഒരു കാര്യത്തിന്റെ പുറകെ നമ്മൾ കൂടിയിരിക്കുന്നത്. കുറച്ച് നമ്മുടെ മന്ത്രിസഭയുടെ സർക്കാരിന്റെ തീരുമാനപ്രകാരം ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ ഈ ലഹരി വർജന പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് കുറച്ച് കാലങ്ങളായി. പല ഭാഗങ്ങളിലും പ്രസംഗങ്ങളും അതിനെ തുടർന്നുള്ള പ്രവൃത്തികളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും പല പ്രവൃത്തികളും പാതി വഴിയിൽ നിലച്ചു പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇനിയും നമുക്കത് പോരാ. ഇനിയും നമ്മുടെ പ്രവൃത്തികൾ വളരെ കൃത്യമായ നിലപാടുകളുടെ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ഇനിയെങ്കിലും നമ്മൾ ഉണർന്നെഴുന്നേറ്റ് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം ഇനിയും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയൂ. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എന്തുകൊണ്ട് കുറഞ്ഞ ദിവസങ്ങളിലായി ഒന്നുകൂടി സടകുടഞ്ഞ് എഴുന്നേറ്റ് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങൾ. കോഴിക്കോട്, എന്റെ സ്വന്തം നാട് കോഴിക്കോടാണ്. അവിടെ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് 2 മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ SSLC സെന്റർ അതിനോടനുബന്ധിച്ച് നടന്ന ആ ഒരു സംഭവം, ഒരു കൂടെ കളിക്കുന്ന, കൂടെ കൈയിട്ട് ഒന്നിച്ച് മുണ്ട് കളിച്ച് വളർന്നു നടക്കുന്ന ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ സുഹൃത്തിനെ, തന്റെ സഹോദരനെ തലക്കടിച്ച് കൊല്ലാൻ മാത്രം കൂടെ വളർന്ന്, അതും പെട്ടെന്നുണ്ടായ ഒരു ആവേശമല്ല, നമ്മൾ ഞെട്ടിച്ചു പോയതാണ്. പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തോട് ദേഷ്യത്തിലോ കൂടെ വളർന്ന കുട്ടികൾ ചെയ്തതല്ല, പ്ലാൻ ചെയ്ത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലൂടെ പ്ലാൻ ചെയ്ത് ഏത് രീതിയിൽ ചെയ്യണം, അതിന്റെ നിയമവശം എന്ത്, കുട്ടികളായവരൊന്നും ഞങ്ങൾ ഇതിന്റെ നിയമങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും എന്നൊക്കെ പ്ലാൻ ചെയ്ത് അത്രയും ക്രൂരമായി വളരെ മാരകമായ ആയുധങ്ങളുടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം. ഓരോ രക്ഷിതാക്കളുടെയും നെഞ്ച് കരഞ്ഞിപ്പോയ ഒരു വിഷയം. നമ്മളൊന്ന് ഉണർന്നേ. അതിനെ തുടർന്ന് വന്ന നിരവധി സംഭവങ്ങൾ, ഒന്നോ രണ്ടോ അല്ല, തുടർച്ചയായ സീരിയൽ കൊലപാതകങ്ങൾ, നിസ്സാരമായ കാര്യങ്ങൾക്ക് കുത്തിക്കൊല്ലുന്ന സംഭവങ്ങൾ, അധ്യാപകനെ, സ്കൂളിലെ പ്രധാന അധ്യാപകനെ പോലും അടിക്കാൻ, അവരെ ഭീഷണിപ്പെടുത്താൻ പോലും തയ്യാറാവുന്ന കൗമാരക്കാരെ. ഏറ്റവും അവസാനമായി ഇന്നലെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട നമ്മുടെ സാറ് സൂചിപ്പിച്ച ഒരു ഉദ്ഘാടനം ആരോടും സൂചിപ്പിച്ചു, അമ്മയെ ചവിട്ടിക്കൊന്ന ഒരു മകനെ, മദ്യലഹരി അമ്മയെ ചവിട്ടിക്കൊന്ന മകൻ, നമ്മൾ അവസാനം കേട്ട സംഭവം. ഇതെല്ലാം നമ്മളെ പല ഭാഗങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൂടെയോ പത്രങ്ങളിലൂടെയോ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അറിയാതെ പോകുന്നതല്ല.
അവിടെ സീസൺ പറഞ്ഞ പോലെ ഞങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ കേസെടുക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഒരു പൊതുസാക്ഷി. ഇന്ന സംഭവം ഞാൻ ഇന്നലെ ഞങ്ങൾ മുണ്ടക്കുളം ഭാഗത്ത് നിന്ന് ഒരു ചാരായ കേസ് ഇന്നലെ ഞങ്ങൾ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു. വൈകിട്ട് 7:30 മണി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി സംഗതി അവിടെ ഉണ്ട്. ഞങ്ങൾ അവിടെ പരിസരങ്ങളിൽ അന്വേഷിച്ചു. ആള് സ്ഥലത്തുണ്ട്, സംഗതി സ്ഥലത്തുണ്ട്, വീട്ടിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോഴത്തെ നിയമപ്രകാരം ഞങ്ങൾക്ക് അതിനുള്ള ഒരു വീടിനുള്ളിൽ പരിശോധിക്കാൻ കയറി ചെല്ലണമെങ്കിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ മാത്രം പോരാ. 2 പൊതുസാക്ഷികൾ ഞങ്ങൾക്ക് കൂടിയേ തീരൂ. അവരോടൊപ്പമേ ഒരു സ്ഥലം സെർച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് കയറാൻ പറ്റൂ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്നുള്ളത് ഈ പൊതുസാക്ഷികളെ തന്നെയാണ്. 1 മണിക്കൂറോളം സമയം മുണ്ടക്കുളം ഭാഗത്ത് മുതലൂർ പഞ്ചായത്ത് ഇന്നലെ നടന്ന സംഭവം. 1 മണിക്കൂറോളം സമയം ഞങ്ങൾക്ക് ആ പരിസരത്ത് അലഞ്ഞ് തിരിഞ്ഞ് പലരുടെയും കയ്യും കാലും പിടിച്ച് വാർഡ് മെമ്പറെ വരെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് 2 പേരെ കിട്ടാത്ത അവസ്ഥയായി. ഒടുവിൽ 1 മണിക്കൂറോളം സമയം കറങ്ങി നടന്നിട്ടാണ് ഞങ്ങൾക്ക് 2 പേരെ അവിടെ കിട്ടിയത്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇതാണ്. ഇത് നമ്മൾ ഇനിയും ഉണർന്നെഴുന്നേറ്റിട്ടില്ല എന്നുള്ളതിന്റെ സൂചന തന്നെയാണിത്. പക്ഷെ എല്ലായിടത്തും പറയാനും വയ്യട്ടോ. ഇപ്പൊ ജനജാഗ്രതാ സമിതികൾ പല സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആളുകൾ കൂട്ടം ചേർന്ന് ലഹരി വസ്തുക്കളെ ഉപയോഗിക്കുന്നവരെ, കുട്ടികളെ, പ്രത്യേകിച്ച് കുട്ടികളെ തടഞ്ഞു നിർത്തുകയും ഞങ്ങളെ പോലെയുള്ള ആളുകളെ വിളിച്ച് വിവരം അറിയിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന അവരുടെ സാക്ഷികളായി വന്ന് ഒപ്പിട്ട് തരുകയും ചെയ്യുന്ന സംഭവങ്ങളും ഇതിന്റെ കൂടെയുണ്ട്. എന്നാൽ പോലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പൊതുസാക്ഷികളുടെ അഭാവം തന്നെയാണ്. അവരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ ഇനിയും ഉണർന്നെഴുന്നേറ്റിട്ടില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസിയിലെ പോലീസാവട്ടെ, എക്സൈസ് ആവട്ടെ, ഒരു സാക്ഷികളായി നമ്മളെ വിളിക്കുമ്പോൾ അതിനൊന്ന് ഒപ്പിട്ട് തരാൻ ഇനി എന്ന് നമ്മൾ ഇതിലേക്ക് ഉണർന്നു വരും. ഈ കാര്യങ്ങൾക്ക് നമ്മൾ എന്ന് തിരിച്ചറിയും? ഒരുപക്ഷെ ഭയമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശങ്കകളാവാം ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ അറിയണം, നമ്മൾ തിരിച്ചറിയണം, നമ്മളൊന്ന് ചിന്തിക്കണം. ഇന്ന് നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല സംഗതികൾ, പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്നാൽ ഈ പൊതുസമൂഹം അറിയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി സംഗതികളാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകൾ അറിയുന്നത്. ഞങ്ങളും നിങ്ങളും അറിയാതെ പോകുന്ന എത്രയോ ഇരട്ടി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളത് അറിയുന്നില്ല. ഇനി എന്ന് നമ്മൾ ഉണരും. നമ്മുടെ സമൂഹത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ തൊട്ടപ്പുറത്ത് നടക്കുന്ന സംഗതി കേട്ട് ഞാൻ ഇന്ന് ഉണർന്നില്ലെങ്കിൽ ഇനി എന്നാണ് ഞാൻ ഉണരേണ്ടത്? നാളെ എന്റെ വീട്ടിൽ ഇതേ സംഗതി നടന്ന് എനിക്കോ എന്റെ വീട്ടിലുള്ള എന്റെ ബന്ധുക്കൾക്കോ മറ്റാർക്കെങ്കിലോ ഇതേ അപകടം നടന്നു കഴിഞ്ഞതിന് ശേഷമാണോ ഞാൻ ഉണരേണ്ടത്? ഇനി ഇത്തരം നാളെ ഇന്നത്തെ സമൂഹത്തിലെ ഇത്തരത്തിലുള്ളൊരു ക്രൈമിനാണ് നമ്മളെ കൊണ്ടാവുന്ന സപ്പോർട്ട് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രമേ നമുക്ക് ഇനിയും നമ്മുടെ ഈ ലഹരി എന്ന വിധത്തിൽ ഇനിയെങ്കിലും നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയും. അപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ഈ ലഹരിയുടെ ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഒരു താഴായ ആളുകളുടെ ലഹരിയോ അതൊന്നുമല്ല, പുതുതലമുറ ലഹരികളെ കുറിച്ചാണ്, ചെറിയ കുട്ടികളിലെ ലഹരികളെ കുറിച്ചാണ്, മാരകമായ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചാണ്. ഒരു 1-2 നേരത്തെ ചെറിയ ഉപയോഗം കൊണ്ട് നിന്ന് പോകാൻ 1-2 സമയം ഉപയോഗിക്കുമ്പോഴേക്ക് പൂർണ്ണമായും അതിന് അടിമപ്പെട്ടു പോകുന്ന നമ്മുടെ കൗമാരക്കാരായ കുട്ടികളെ, സ്വന്തം അമ്മയെയും സഹോദരിയെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത മൃഗതുല്യമായ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന മാരകമായ സിന്തറ്റിക് ഡ്രഗ്സ്. ഇപ്പൊ അതാണ് മുമ്പൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ തുടക്കം പലപ്പോഴും സിഗരറ്റ് പോലുള്ള ചെറിയ ലഹരി വസ്തുക്കളിൽ നിന്നാണ് എന്ന് പറയുമ്പോഴേ ഇപ്പൊ പക്ഷെ അതൊന്നും അല്ല നടക്കുന്നത്. കുട്ടികളെ തുടങ്ങുന്നത് പോലെ ഇപ്പൊ ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സിലൂടെയാണ്. അതിലാണ് അവർ ആരംഭ ഹരിശ്രീ കുളിക്കുന്നത്, അതാണ് അവരെ നാശത്തിലേക്ക് എത്തിക്കുന്നത്. കുട്ടികൾ തിരിച്ചറിയുന്നില്ല. അവർ പലപ്പോഴും ഇത്തരം ഈ ലഹരികളുടെ ഡീലർമാര്, അതിന്റെ ഡ്രഗ് മാഫിയക്കാര് പറയുന്ന പല തെറ്റായ കാര്യങ്ങളും കേട്ട് അതിന്റെ ഇതുകൊണ്ട് ഇന്ന രീതിയിലുള്ള ഗുണങ്ങളുണ്ടാകും. സാധാരണ സൂചിപ്പിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിലൂടെ കേട്ട് അതൊക്കെ ഉപയോഗിക്കാനുള്ള കൗമാരക്കാരൊക്കെ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവേദികളിലൊന്നും ഇതുപോലുള്ള
അപ്പൊ ഇതുകൊണ്ടുള്ള ഇന്ന കാര്യങ്ങൾ ഗുണമാണ്, ഇന്ന കാര്യം കിട്ടും, ഇന്ന സന്തോഷം കിട്ടും, ഇന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അങ്ങനെ പല പല തെറ്റായ ധാരണകളും നമ്മുടെ കുട്ടികളിലേക്ക് ചെലുത്തിക്കൊടുത്ത് നമ്മുടെ കുട്ടികളെ ഇതിന് അടിമപ്പെടുത്തുക. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ പറയുന്ന കാര്യങ്ങളുടെ അവസ്ഥ മാത്രമേ കുട്ടികൾ അറിയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഒന്നോ രണ്ടോ തവണ ഇവർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ചില ഹാപ്പിനെസ്സും അല്ലെങ്കിൽ അവരെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കും. പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോഴേക്ക് തങ്ങളിന്ന് വലിയ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് നമ്മുടെ മക്കളെ തിരിച്ചറിയിക്കില്ല. അവരെ ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്. ഈ എല്ലാ കുട്ടികളൊന്നും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നില്ല, എല്ലാവരും അതിൽ എത്തിപ്പെടുന്നില്ല. വളരെ കുറഞ്ഞ കുട്ടികൾ, ഇപ്പോഴും വളരെ കുറഞ്ഞ കുട്ടികളൊക്കെ തന്നെയുള്ളൂ. അത് വലിയ സംഭവങ്ങളായി മാറും. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം. എന്തുകൊണ്ട്, എങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ നമ്മള് ഇപ്പൊ സിനിമ പോലെയുള്ള മാധ്യമങ്ങള്, പൊതുമാധ്യമങ്ങള് കുട്ടികളെ ഇത്തരം ദുരന്തങ്ങൾ ഇത്രയും രീതികളിലേക്കൊക്കെ നയിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്ന് പറയാം. അവരുടെ നായകന്മാരെ അവരെ മാതൃകയാക്കിക്കൊണ്ട് നായകന്മാരെ അവരുടെ രീതി ഫോളോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടുള്ള കുട്ടികൾ ഈ ഡ്രഗ്സിലേക്കൊക്കെ ചെല്ലുന്നത് പൊതുവേ വരുന്നത് സംഗതിയൊക്കെ ശരിയാണ്. അതൊക്കെ കുട്ടികളെ അതേപോലെ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നത്, നമുക്കറിയാം കുട്ടികൾ അനുകരണശീലമുള്ളവരാണ്. നമുക്കറിയാമത് നമ്മുടെ ഇതുപോലുള്ള ആളുകളെ കണ്ട് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ കുട്ടികളെന്ന്. അപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, കുട്ടികൾ അനുകരിക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മളാണ് കുട്ടികളുടെ നായകൻ, അല്ലെങ്കിൽ നമ്മളാണ് വീട്ടിലെ നായിക എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. എന്നെ കണ്ടാണ് എന്റെ കുട്ടികൾ പഠിക്കുന്നത് എന്ന സത്യാവസ്ഥ അത് നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ സൗകര്യപൂർവ്വം മറന്നു പോകുന്നു. എന്നെ കണ്ട് പഠിക്കുന്ന, എന്നെ പോലെ പഠിക്കാൻ ശ്രമിക്കുന്ന, എന്നെ അനുകരിക്കുന്ന എന്റെ കുട്ടി ലഹരിയിലേക്ക് വീണു പോകുന്നു എന്ന സത്യം നമ്മൾ മനഃപൂർവ്വം കണ്ണടച്ചിരുട്ടാക്കുന്നു. ഈ അടുത്ത കാലത്ത് ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നു. ആ പഠന റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും അറിയേണ്ട കാര്യമാണ്. കൗമാര കാലഘട്ടത്തില് ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന കുട്ടികളിൽ 20% കുട്ടികളുടെയും ആദ്യത്തെ ലഹരി ഉപയോഗം സ്വന്തം വീട്ടിൽ നിന്നാണ്. സ്വന്തം വീട്ടിൽ നിന്ന് പലപ്പോഴും കുട്ടികൾ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്ത് പറഞ്ഞാൽ അവർ അടിമപ്പെട്ടു എന്ന ഉടനെ വീട്ടിൽ വരെ പറയുന്ന അവരുടെ സൗഹൃദങ്ങൾ, അവന്റെ കൂട്ടക്കെട്ട്, അവന്റെ സൗഹൃദങ്ങൾ ഒറ്റ കാരണമാണ് ഈ രീതിയിലേക്ക് എന്റെ കുട്ടി പോയത്. എന്നാൽ എന്റെ കുട്ടിയെ കുറിച്ച് എന്നിൽ നിന്ന്, എന്റെ വീട്ടിൽ നിന്ന് ആദ്യത്തെ ലഹരി രുചി അറിയുന്ന കുട്ടി, ഞാൻ വലിച്ച് എന്റെ വീടിന്റെ ജനലിനുള്ളിലൂടെ പുറത്തേക്ക് കളഞ്ഞ സിഗരറ്റ് കുട്ടിയിലെ അവസാനത്തെ പുക എന്റെ കുട്ടിയുടെ ആദ്യത്തെ ലഹരി ഉപയോഗമായി മാറുമ്പോൾ, ഞാൻ മദ്യപിച്ച് മാറ്റിവെച്ച മദ്യക്കുപ്പിയിലെ അവസാന തുള്ളി മദ്യം എന്റെ കുട്ടിയുടെ ലഹരി ഉപയോഗമായി മാറുമ്പോൾ എങ്ങനെ നമുക്ക് അവരുടെ സൗഹൃദങ്ങളെ മാത്രം കുറ്റപ്പെടുത്തി മാറ്റി നിൽക്കാൻ കഴിയും, മാറി നിൽക്കാൻ കഴിയും? സംഗതിയൊക്കെ ശരിയാണ്. സൗഹൃദങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളുടെ സൗഹൃദങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചേ തീരൂ. എന്നാൽ എല്ലാം സൗഹൃദങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി കൈകെട്ടി മാറി നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം മാത്രം അവരുടെ സൗഹൃദങ്ങളെ നമുക്ക് കുറ്റപ്പെടുത്താൻ അവകാശമുള്ളൂ. ഇന്നത്തെ നമ്മുടെ കുട്ടികളെ നമുക്ക് അറിയാം. ഞങ്ങളുടെ ഓഫീസില് ഞങ്ങൾ കണ്ടെടുത്ത ഒരു കൗമാരക്കാരനായ ഒരു കുട്ടി അവന്റെ ഉപ്പയുടെ മുഖത്ത് നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉപ്പയ്ക്ക് സിഗരറ്റ് വലിക്കാൻ വേണ്ടി എന്തുകൊണ്ട് എനിക്ക് കഞ്ചാവ് ഉപയോഗിച്ചുകൂടാ? മുഖത്ത് നോക്കി അങ്ങനെ ഓഫീസിൽ നിന്ന് ചോദിച്ചതാണ്. ഉപ്പയ്ക്ക് സിഗരറ്റ് വലിക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് കഞ്ചാവ് ഉപയോഗിച്ചുകൂടാ? നിങ്ങൾക്ക് സിഗരറ്റാണ് ലഹരിയെങ്കിൽ എനിക്ക് കഞ്ചാവാണ്. എന്തുത്തരം പറയും നമ്മുടെ മക്കളോട്? എന്തുത്തരമാണ് പറയാ? ആ ഉത്തരം ഇന്നത്തെ മക്കൾക്ക് നമ്മളോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു മടിയില്ല. നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മൾ എങ്ങനെ ചോദിക്കും, നീ എന്തിന് ലഹരി ഉപയോഗിക്കുന്നു എന്ന്? ഇനി നമ്മളത് നമ്മളവരോട് ചോദിച്ചാൽ തന്നെ നമ്മൾ തിരിച്ചു കേൾക്കുന്ന ഉത്തരങ്ങൾ ഈ രീതിയിലുണ്ട്. അതിനൊരു ഉത്തരം കണ്ടെത്താൻ, അതിനൊരു ഉത്തരം പറയാൻ ഒരു വഴി കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ അവരോട് ചോദ്യം ചോദിക്കാനുള്ള അവസരത്തിലേക്ക് നമ്മൾ പോകും. അത്തരത്തിലുള്ള ഉത്തരം നമ്മുടെ കയ്യിൽ
ഈ ലഹരി ഉപയോഗിക്കുന്നവരെ രക്ഷിതാവിന്റെ കയ്യിൽ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ നമുക്ക് പറയാൻ കഴിയുന്നത് മാറി വരുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ്. മാറി വരുന്ന കുടുംബ ബന്ധങ്ങൾ നമ്മുടെ കുട്ടികളെ എത്രത്തോളം മാറ്റിമറിക്കുന്നു. മുമ്പ് നമ്മളൊക്കെ അഭിമാനിച്ചിരുന്ന, നമ്മളൊക്കെ അഹങ്കരിച്ചിരുന്ന ഒരു ഊഷ്മളമായ ഒരു കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്നേഹിച്ചുകൊണ്ടിരുന്ന വളരെ ഊഷ്മളമായ ഇഴയടുപ്പങ്ങളുണ്ടായിരുന്ന നമ്മുടെ കേരളത്തിലെ നമുക്ക് അഭിമാനത്തോടെ പറയാമായിരുന്നു നമ്മള് കേരളീയരാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ ഞങ്ങള് കുടുംബ ബന്ധങ്ങൾക്ക് വളരെയേറെ വില കൊടുക്കുന്നവരാണ്. ഇന്ന് അങ്ങനൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ. എത്ര വീടുകളില് പരസ്പരം കൂടി വീട്ടിലുള്ള ആളുകളൊന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. പരസ്പരം തുറന്ന് പറയാനുള്ള ഒരു അവസരം തുറന്ന് പറയാനുള്ള അവസരങ്ങൾ വീട്ടിൽ ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ അവർക്കുള്ളിലുണ്ടാകുന്ന സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ആശംസകൾ കൗമാര കാലഘട്ടം നമുക്കറിയാം. പലതരത്തിലുള്ള മാനസിക അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ് കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികൾ. ആ കാലഘട്ടത്തിൽ അവരെ കേൾക്കാനും അവരോട് പറയാനും കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു ഇടമാക്കി നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി ഒരു ലഹരിയിലേക്കും പോകുന്നില്ല. നമ്മൾ ആശങ്കപ്പെടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥകളിലേക്ക് നമ്മുടെ കുട്ടി എത്തിപ്പെടാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഈ മനോഹരമായ ഒരു കുടുംബ അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ, നമ്മുടെ കുട്ടിക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാൻ നമുക്കാണ് സാധിക്കേണ്ടത്. പിന്നെ അതിനൊപ്പം പറയാനുള്ളത് നമ്മുടെ കുട്ടികളോട് നമ്മൾ നോ എന്ന് പറയാറില്ല. ഏത് കാര്യമായാലും കുട്ടികൾ ആവശ്യപ്പെടുന്ന സംഗതികളെല്ലാം ഉടനെ സാധിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ നമ്മുടെ രക്ഷിതാക്കൾക്കിടയിലുള്ളത്. എന്താണ് അവരാവശ്യപ്പെടുന്നത്? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ അഭിഞ്ഞ് വളർന്നു വന്നവരാണ്. നമ്മൾ ചിന്തിക്കും എന്റെ കുട്ടിക്ക്, ഞാൻ അടങ്ങുന്ന രക്ഷിതാക്കളുടെ ചിന്തയാണത്, എന്റെ കുട്ടിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കും. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിക്കൊണ്ട് അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അവരെ സന്തോഷമായി സുഖമായി വളർന്നു വരട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രയാസങ്ങൾ, വീട്ടിലുള്ള എല്ലാ അവസ്ഥകളും എന്താണ്, സാമ്പത്തികമാവട്ടെ മറ്റെന്തോ ആവട്ടെ, ഇല്ല എന്നുള്ളത് കുട്ടികളോട് പറയേണ്ടടുത്ത് ഇല്ല എന്ന് തന്നെ നമ്മൾ പറയുകയും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രാഥമികമായ രക്ഷിതാവ് എന്ന നിലയിലുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. നോ എന്ന് പറയാൻ പഠിക്കാത്ത കുട്ടികളാണ് പലപ്പോഴും പല അപകടങ്ങളിലും ഈ ഡ്രഗ്സ് പോലെ മാത്രമല്ല പല പെൺകുട്ടികളും പല സെക്സ് റാക്കറ്റുകളുടെയും മറ്റും പിടിയിൽ അകപ്പെട്ടു പോകുന്നതും പല ദുരന്തങ്ങളിലേക്ക് എത്തിപ്പെട്ടു പോകുന്നതും ഇന്ന് നമ്മൾ കാണുന്ന പല 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 പ്രശ്നങ്ങളുടെയും പുറകിൽ ഈ നോ എന്ന് പറയാൻ കഴിയാത്ത ഒരു തലമുറയാണ് എന്നുള്ളത് കൂടി, നോ എന്ന് കേൾക്കാത്ത ഒരു തലമുറയാണ് എന്നുള്ളത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോഴേക്ക് വളരെ പ്രയാസപ്പെട്ട് സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളിലേക്കോ ഡ്രഗ്സിലേക്കോ ഒക്കെ ചെന്ന് പോകുന്നത് ഈ നോ കേൾക്കാതെ വളരുന്ന കുട്ടികളാണ് എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇതുപോലെ പല നമ്മുടെ ഒരു ശ്രദ്ധ കൊണ്ട്, നമ്മുടെ ഒരു സൂക്ഷ്മമായ ഒരു കരുതൽ കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അവർ ഡ്രഗ്സിലേക്കൊന്നും ചെന്ന് പെടാതെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ശ്രദ്ധ മതി. ഇപ്പൊ നമ്മളെ ഈ ഉണർന്നിരിക്കുന്ന നമ്മുടെ ഈ ഒരു മാനസികാവസ്ഥ, ഇന്നുള്ള ഈ ഉണർവ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചാൽ മതി. നമുക്ക് സാധിക്കും നമ്മുടെ കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ. ഈ ഒരു പ്രസംഗത്തിലോ ഈ ഒരു വേദിയിലോ നിന്നു പോകാതെ ഇതിന്റെ തുടർപ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കണം. ഏതെല്ലാം രീതിയിൽ തുടർപ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിന് സാറിനെ സൂചിപ്പിച്ചു. അതാണ് നമുക്കിനി വേണ്ടത്. ഒരു പ്രസംഗത്തിൽ അവസാനിക്കാതെ ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷിച്ചെടുക്കാനാണ് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ 2-3 സ്ഥലങ്ങളിലായിപ്പോ അങ്ങനെ
റിപ്പോർട്ട് ചെയ്യുന്നു, ജനകീയ കമ്മിറ്റികൾ രൂപീകരിക്കുക. ലഹരിക്കെതിരെയുള്ള ജനകീയ കമ്മിറ്റികൾ രൂപീകരിക്കുകയും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ബോർഡ് കണ്ടിട്ടുണ്ട്. ഒരു ഫാഷൻ പോലെയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ലഹരി ഉപയോഗമോ ലഹരി വിൽപ്പനയോ കണ്ടാൽ അടിച്ചോടിക്കും. അങ്ങനെ ഒരു ബോർഡ് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാർ ഉണർന്നു വരുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. വളരെ സന്തോഷം. അത്തരത്തിലുള്ള വാർത്തകൾ കാണും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഉണർന്നു വരുന്നു, നമ്മൾ മനസ്സിലാക്കി വരുന്ന കാര്യമാണ്. പല പേരും ഇപ്പം ഈ നാട്ടിൽ ലഹരി വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അവിടെ നിർത്താൻ കഴിയും. നമുക്കത് നമ്മളാണ് ഉണർന്നുകൊണ്ടിരിക്കേണ്ടത്. നിയമപരമായ സഹായവുമായി എക്സൈസ്, പോലീസ് പോലുള്ള സംഘടനകൾ നിങ്ങളോടൊപ്പമുണ്ട്. കഴിഞ്ഞ മാസം ഐക്യപടി ഭാഗത്ത് നിന്ന് ഇതേ ജനകീയ സംഘടന, ജനകീയ ശക്തി, അവരത് ഒരു ദിവസം ഞങ്ങളുടെ ഓഫീസിൽ 3-4 പേര് വന്നു. ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളത് കേട്ടു. നിങ്ങൾ എന്താണ് നിങ്ങളൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ ഞങ്ങളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാത്രി 12 മണിയോട് കൂടിയാണ് അവർ ഞങ്ങളെ വിളിക്കുന്നത്. ഞങ്ങൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറാണ് അവർ വിളിച്ചത്. ഇങ്ങനെ ഒരു 2 കുട്ടികളെ ഞങ്ങളിങ്ങനെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് വരണം എന്ന് പറഞ്ഞ്. അപ്പൊ ആ സമയത്ത് സാറ് വീട്ടിലായിരുന്നു. സാർ അവിടെ നിന്ന് വന്നു, ഇൻസ്പെക്ടറെ വിളിച്ചു, ഞങ്ങളുടെ ടീമിലുള്ള 2 ആളുകൾ വിളിച്ചു. എല്ലാവരും കൂടെ രാത്രി സമയത്ത് ഓഫീസിൽ തിരിച്ചെത്തി. ഞങ്ങള് ആ സ്ഥലത്ത് പോയി ആ കുട്ടികളെ കസ്റ്റഡിയിലെടുത്ത് ഓഫീസിൽ ആ ഭാഗത്ത് ഇനിയൊരു ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും. ഇനിയൊരു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ആളുകൾ തയ്യാറാക്കും. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് പ്രസംഗത്തിന്റെ അപ്പുറമായി ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. ഒപ്പം നമ്മുടെ ഒരു ഉണർവ്, നമ്മളൊരു തിരിച്ചറിവ്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന താങ്ങും തണലും. നിന്നോടൊപ്പം ഞാനുണ്ട്. നിങ്ങൾ കുഴിയിൽ വീണാൽ നിന്നെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ, നിന്റെ വീഴ്ചയിൽ താങ്ങായി നിൽക്കാൻ നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് നമ്മുടെ കുട്ടികളെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നമ്മുടെ കുട്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു ലഹരിയിലേക്ക് അവർ ചെന്ന് വീഴാൻ പോകുന്നില്ല. നമ്മൾ അവരുടെ ശക്തിയായി, ബലമായി അവരെ ചേർത്ത് നിർത്തി എന്തെങ്കിലും വിഷയങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയ ആഗോള പ്രശ്നമായി കാണാതെ ഈ ഒരു പ്രശ്നത്തിൽ അവരുടെ ജീവിതം തീർന്നു. നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ, നമ്മൾ തെറ്റിനെയാണ് തിരുത്തേണ്ടത്, തെറ്റ് ചെയ്യുന്ന ആളല്ല. തെറ്റിനെയാണ് തിരുത്തേണ്ടത്. തെറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് ആ തെറ്റ് മാറിക്കഴിഞ്ഞാൽ, അത് തിരുത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി നല്ല കുട്ടിയായി മാറും. ആ കുട്ടി നമ്മുടെ പൊന്നോമയായി മാറും. നാളെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ഉന്നത ശ്രേണിയിലൊക്കെ നിൽക്കുന്ന നാടികൾ തന്നെ അഭിമാനമായി മാറാവുന്ന ഒരു കുട്ടിയായി മാറും. അപ്പൊ ആ കരുത്ത്, ആ ചേർത്തത്, അതാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം. നമ്മുടെ ഈ നാടുകളിൽ ലഹരി നിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കുട്ടികളെ നമുക്ക് ചേർത്ത് നിർത്താനുള്ള കഴിവുകളും കൂടിയുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഒരു ലഹരിയും അന്വേഷിച്ച് പോകുന്നില്ല. നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെയുണ്ടാകും. ഈ പ്രവർത്തനങ്ങളിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങളുടെ ഓഫീസിൻ്റെതായ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൻ്റെതായ എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് എന്റെ ഈ സംസാരം കേൾക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ജില്ല മേഡം. ഇവിടെ മേഡം പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മൈതാന പ്രസംഗം നടത്തിക്കൊണ്ടും ലഹരിക്കെതിരെ ചെയ്യാൻ പറ്റില്ല. ഈ ലഹരി നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെയും അതിന്റെ ഭാരവാഹികളെയുമാണ് ഞങ്ങൾ ഈ കൊണ്ടോട്ടി ഡിഗ്രി കോളേജിലേക്ക് ഇന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നമുക്ക് ലഹരി എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയാണ് നമ്മുടെ കൃത്യമായ അവരുടെ ലക്ഷ്യങ്ങളും ഉപദേശങ്ങളും നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്. ഈ പരിപാടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ നല്ല പാഠങ്ങൾ എന്ന് പറയുന്ന ഒരു പരിപാടി വരുന്നുണ്ട്. ജൂൺ 1 മുതൽ ജൂൺ 15 വരെ 10ാം ക്ലാസ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ. ആ പരിപാടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി കൂടിയായിട്ട് ഞാനിത് പ്രഖ്യാപിക്കാതെ പ്രിയമുള്ളവരെ. മാത്രവുമല്ല, ഇവിടെ നമ്മുടെ കുട്ടികൾ പല രീതിയിലും അനുഭവമായി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജൂൺ 26 തീയതി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. അന്നേ ദിവസം വലിയ പറമ്പന പ്രദേശത്ത് ഒരു ഐതിഹാസികമായ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് കളമൊരുക്കിക്കൊണ്ട് കാരിക്കുയ കുടുംബ സംഗമത്തിന്റെ
ഒരു പേരിൽ ഒരു ലഹരി ബോധവൽക്കരണ പരിപാടി നടക്കുന്നുണ്ട്. ശിലാ മേഡമാണ് അവിടെ ഞങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വരുന്നത്. ആ കുടുംബ സംഗമത്തിന്റെ പ്രസിഡന്റ് കെ മുഹമ്മദ് കുട്ടി, അദ്ദേഹം നിങ്ങളുടെ 2 വാക്കുകളിലൂടെ എങ്ങനെ നമുക്ക് ലഹരിയെ പ്രതിരോധിക്കാമെന്ന് ഇവർ സംസാരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വോട്ടേഴ്സ് വോയിസിന് വേണ്ടി ശ്രദ്ധിക്കുന്നു. സ്വാഗതപ്രാസംഗികൻ പ്രകാശ്, അതുപോലെ അധ്യക്ഷൻ മാനൂസ്ലിയാര്, ഉദ്ഘാടനം ചെയ്ത CI സാറ്, മുഖ്യ പ്രഭാഷണം നടത്തിയ ശിബല്ല സാറ്, അതുപോലെ വേദിയിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, കൊണ്ടോട്ടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നല്ലവരായ നാട്ടുകാരെ, ഞാൻ ആദ്യമായി ഈ വോട്ടേഴ്സ് വോയിസ് എന്ന സംഘടനയെ എൻ്റെ വ്യക്തിപരമായ പേരിലും മറ്റുള്ള എല്ലാ നിലയ്ക്കും അഭിനന്ദിക്കുകയും ആശീർവദിക്കുകയുമാണ്. ഈ കുണ്ടോട്ടിയുടെ പരിസര പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ജനോപകാരപ്രദമായ പല പ്രവർത്തനങ്ങളും ഇവരുടെ കാഴ്ചവെച്ചതായിട്ട് നേരിൽ കണ്ട ഒരു വ്യക്തിയാണ്. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് വോട്ടേഴ്സ് വോയിസ് ഈ കൊണ്ടോട്ടിയിലും പരിസര പ്രദേശങ്ങളും പ്രവർത്തിക്കുന്നു എന്നറിയുന്നത് വളരെയധികം അവരെ ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വിഷയം ലഹരി വിരുദ്ധ നിർമ്മാർജ്ജനമാണ്. അതിനെപ്പറ്റി ഒരു മുഖ്യ പ്രഭാഷണം തന്നെ ഇവിടെ ശിബല്ല സാർ പറഞ്ഞു, അതുപോലെ മറ്റെല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. എങ്കിലും ശരി, 1-2 വാചകങ്ങളിലൂടെ ഞാൻ അതിനെ ഒന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കാൻ പറ്റും. കാരണം ലഹരി നിർമ്മാർജ്ജനം തുടങ്ങേണ്ടത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആദ്യം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വീട്ടിലെ സ്വന്തം അടുക്കള, ബാത്റൂം, ബെഡ്റൂം മുതൽ സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ ഡ്രസ്, ബാഗിൽ നിന്ന് തുടങ്ങണം. അവിടെ നിന്നാണ് ഇന്നത്തെ നൂതനമായ ഡ്രഗ്സുകൾ വന്നിരിക്കുന്നത്. പണ്ടൊക്കെ മദ്യവും അതും ഉണ്ടെങ്കിലും ശരി, ഇത്രയധികം സമൂഹത്തെ കാർന്നു തിന്നുകയും അച്ഛനാര് അമ്മയാര് എന്ന് തിരിച്ചറിയാത്ത നിലക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മിഠായിയിലൂടെ വരുന്നു, സിറപ്പിലൂടെ വരുന്നു, ഏതൊക്കെ രൂപത്തിൽ കുട്ടികളെ വശീകരിച്ചെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ മാഫിയ സംഘത്തിന്റെ നോട്ടം. ഇത് കണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ കുട്ടികളിലൂടെയും അതുപോലെ സ്കൂളുകളിലേക്കും എത്തിക്കണം. ഞാനിത് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടി ഇവിടെ പങ്കുവെക്കുകയാണ് നിങ്ങളോട്. എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പം മേഡം പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളെ, മാതാപിതാക്കളുടെ കുട്ടികളുടെ നമ്മൾ പറയുന്നതും അനുസരിക്കുന്നതും യെസും നോയും പറയുന്നത് അനുസരിക്കുന്ന കുട്ടികളാക്കി വളർത്താൻ ഇന്നത്തെ സമൂഹത്തിന് എത്രമാത്രം കഴിയുന്നുണ്ട് എന്നുള്ളത് നിങ്ങളോട് പുനരാലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ മുമ്പൊക്കെ പോയിരുന്ന കാലഘട്ടങ്ങളിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് റെസ്പെക്റ്റും ബഹുമാനവും പേടിയും തോന്നിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ആധുനിക വിദ്യാഭ്യാസ സൗകര്യത്തിന്റെ എന്തോ എന്നുകൊണ്ട് ഇന്നത് നഷ്ടപ്പോയിട്ടില്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇന്നൊരു ക്ലാസ്സിൽ വരുന്ന കുട്ടിയുടെ ഡ്രസ് നോക്കാനോ ബാഗ് നോക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിയെ ശാസിക്കാനോ ഉള്ള അധ്യാപകരുടെയും കഴിവുകളെ ഇന്ന് ബാലാവകാശ കമ്മീഷനും അതുപോലെയുള്ള കമ്മീഷനുകൾ നിരുത്സാഹപ്പെടുത്തിയതിന്റെ പേരിലല്ലേ ഇതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുകൂടി ഈ വിഭാഗക്കാരെ പുനർചിന്തനം നടത്തേണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ ബഹുമാന്യനായ ഋഷിരാജ് സിംഗ് സാർ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ആ വാക്കുകളാണ് ഞാനിവിടെ എടുത്തുദ്ധരിച്ചത്. ഇന്ന് ലഹരി കടിമപ്പെട്ട് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ, ആ ഡോക്ടറും ഇതിന് അടിമയായിക്കൊണ്ടുള്ള പല പ്രവർത്തനങ്ങളും പല സംഭവങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ചികിത്സ തരേണ്ട ഡോക്ടർ തന്നെ MDMAക്കും അതുപോലെയുള്ള ലഹരി മരുന്നിനും അടിമയാകുമ്പോൾ ഈ സമൂഹം എത്രമാത്രം നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഓർന്ന് പ്രസംഗിച്ചുകൊണ്ട് മാത്രമായില്ല, പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തൊട്ട് സമൂഹത്തിന്റെ എല്ലാ അറ്റങ്ങളിലുമുള്ളവർ ഒത്തുപിടിച്ചാൽ മലയുമ്പോഴും ഞങ്ങൾ സ്കൂളിൽ പണ്ട് ഒപ്പിയിരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ കോർത്ത് പിടിച്ചാലും ചേർത്ത് പിടിച്ചാലും ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച ഈ വോട്ടേഴ്സ് ലിസ്റ്റിന് ഒരിക്കൽ കൂടി ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. നമ്മുടെ പരിപാടി വളരെ സമയം ക്രമീകരിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. ഈ പരിപാടിക്ക് 2 വാക്കിൽ ആശംസയല്ല, എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉപദേശമാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, റഹീം കോളത്തൂർ എന്നറിയപ്പെടുന്ന എന്റെ സഹപാഠി കൂടിയായ ഒരു സ്പീച്ച് ജേർണലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തെയാണ് 2 വാക്ക് ഉപദേശത്തിന് വേണ്ടി ക്ഷണിച്ചോളൂ.
ബഹുമാനപ്പെട്ട KG രാജകൃഷ്ണൻ മാനസികരോട് മുഖ്യാതിഥിയായി പങ്കെടുത്ത തങ്ങൾ വേദിയിൽ മുഖ്യപ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത ഷമീർ സാർ, മറ്റു വോട്ടേഴ്സ് വോയ്സിൻ്റെ പ്രവർത്തകർ, നമ്മുടെ ഈ ക്യാമ്പ് യഥാർത്ഥത്തിൽ ഒരു വെറും ക്യാമ്പായിട്ട് മാത്രം അവസാനിപ്പിക്കാതെ ഇതൊരു പോരാട്ടമാണ്, ഇതൊരു സമരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികളെ, നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടി നടത്തുന്ന അവരെ ലഹരിയിൽ നിന്നും ലഹരികളിൽ ഭീകരമായിട്ട് കാശ്മീരിൽ നമ്മളും പിന്നെ നിരപരാധികളായ ആളുകൾ വെടിവെച്ച ഭീകരന്മാരെക്കാൾ വലിയ ഭീകരമായിട്ട് നമ്മുടെ ലഹരി മാഫിയ വളർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ ഈ ക്യാമ്പുകളെല്ലാം ഒരു പോരാട്ടമായി, ഒരു സമരമായി നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ ഈ കൊണ്ടോട്ടിക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രത്യേക പോരാട്ടമായി, ചെയ്യാതില്ലാത്ത പോരാട്ടമായിട്ടാണ് നാം ഇത് ഏറ്റെടുക്കേണ്ടത്. നാം ഒരു നോക്കി നിൽക്കുന്ന ആളുകളായി മാറാതെ ഇതിൽ പങ്കെടുത്ത് വാക്കോട് പ്രവർത്തിക്കേണ്ടത് സർവ്വ പിന്തുണ നൽകിക്കൊണ്ടാണ് നാം ഇതിനെ ഭാരവാക്കേണ്ടത്. നമ്മുടെ ഈ ക്യാമ്പിലെ പ്രത്യേക ക്ലാസ് എക്സൈസ് ഓഫീസർ നോ എന്ന് കുട്ടികളെ പറയാൻ നാം ധൈര്യം കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതെന്ന് പ്രത്യേകം നമ്മൾ പറഞ്ഞു. കുട്ടികൾക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം, മൂല്യബോധമുള്ള വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് നൽകേണ്ടത്. അതിനാൽ ലഹരിയെ കൊണ്ടുള്ള വിദ്യാഭ്യാസ മൂല്യങ്ങൾ, ലഹരിയെ കൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ ഉൾപ്പെടുന്ന പാഠഭാഗങ്ങൾ സ്കൂളുകളിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് പ്ലസ് 2 വരെയുള്ള കുട്ടികൾക്ക് അനിവാര്യമായി നിലനിർത്തമായി നൽകേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ജൂൺ 1-ാം തീയതി സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയാൽ ഒരാഴ്ച ലഹരി വിരുദ്ധ ക്ലാസ് നടത്തുമെന്നാണ് പറഞ്ഞത്. ആ ലഹരി വിരുദ്ധ ക്ലാസ് ഒരാഴ്ച കൊണ്ട് കൊടുക്കാതെ ഒരു വർഷം മുഴുവൻ കുട്ടികൾ ജീവിതം ഭാരമായിട്ട്, ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ ലഹരി വിരുദ്ധ ഉത്ബോധനങ്ങൾ, മൂല്യബോധമുള്ള വിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകേണ്ടത്. അപ്പോൾ മാത്രമല്ല കുട്ടികൾ വേണ്ടുന്ന സമയത്ത് അത് പിന്തിരിഞ്ഞുകൊണ്ട് നോ എന്ന് പറയാനുള്ള കഴിവ്, കുട്ടികൾ ആശ്രമം, ആത്മധൈര്യം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുള്ളൂ. ഈ വേദിക്ക്, ഈ സമരത്തിന്, ഈ പോരാട്ടത്തിനെല്ലാം ആശംസ നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു റഹീം. നല്ലൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. വോട്ടേഴ്സ് വോയ്സ് അത് അധികാരികളെ അറിയിക്കുകയാണ്. കേവലം ഒരു 15 ദിവസത്തെ ലഹരിക്കെതിരെയുള്ള വിദ്യാഭ്യാസമല്ല, അതൊരു അക്കാഡമിക്ക് തുടർച്ചയായിട്ട് വേണമെന്നുള്ള, അത് കരിക്കുലത്തിന്റെ ഭാഗമാക്കണമെന്നുള്ള നല്ല നിർദ്ദേശം വെച്ചു. അടുത്തായിട്ട് നമ്മുടെ പരിപാടിയിൽ ആശയങ്ങൾ സംവദിക്കുന്നത് കാഞ്ഞിരപ്പറമ്പ് മഹലില് ഈ പ്രദേശത്ത് വെച്ചുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ലഹരിയുടെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത എന്റെ പൂർവ്വ വിദ്യാർത്ഥിനിയായിരിക്കുന്ന അസീബ് ആനപ്പുഴയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. വോട്ടേഴ്സ് വോയ്സ് കൊണ്ടോട്ടി സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഈ ഒരു സംഗമത്തിൽ സംബന്ധിച്ചിട്ടുള്ള ബഹുമാന്യര്, നാട്ടുകാരെ, വ്യാപാര സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ലഹരി എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു MDMA, കഞ്ചാവ് എന്നതിലുപരി മദ്യവും ലഹരിയാണ് എന്ന കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. മദ്യം നമ്മൾ ഈ ലഹരിക്കെതിരെ പ്രസംഗിക്കുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് മദ്യത്തിനെ ഒരു നോർമലൈസ് ചെയ്യുന്ന രൂപത്തിലാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം പോകുന്നത്. അതിൽ നിന്ന് മാറ്റം വന്നു. മദ്യവും ലഹരിയാണ്, അതുപോലെ തന്നെ മാരകമായ ലഹരികളാണ് MDMA, കഞ്ചാവ് എന്നത്. നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ നാടുകളിലും പല രൂപത്തിലുള്ള ജനകീയ കമ്മിറ്റികൾ, അതുപോലെ തന്നെ ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, മഹല്ലുകള് എല്ലാം തന്നെ ഇതിനെതിരെ, ലഹരിക്കെതിരെ വലിയ രീതിയിൽ ജാഗ്രതയോടുകൂടിയിട്ട് കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കിയത് അതൊരു ശുഭപ്രതീക്ഷ തന്നെയാണ്. ഇന്ന് നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ ഒരു KK മാഷ് എന്റെ പ്രിയപ്പെട്ട അധ്യാപകനാണ്. അതുപോലെ തന്നെ മാനുമുസ്ലിയാര്, അതുപോലെ ഈ വേദിയിലിരിക്കുന്ന പലരും അവരുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും അവർ ഈ ഒരു പ്രവർത്തനവുമായിട്ട്, ഈ ഒരു ലഹരിക്കെതിരെയുള്ള പ്രവർത്തനവുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് വിജയമുണ്ട് എന്നതാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ കഴിയുന്നത്. അവർക്കൊക്കെ ദീർഘായുസ് ഉണ്ടാവട്ടെ, അതുപോലെ തന്നെ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
അതുപോലെ തന്നെ ഈ അടുത്ത് ഞങ്ങളുടെ കണ്ണൂരുള്ള സുഹൃത്ത് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലാണല്ലോ ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്നൊക്കെ പിടിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഉപയോഗിക്കുന്നു എന്നതല്ല, ഞങ്ങളുടെ സജ്ജീകരണം അത്രയും വലുതാണ് എന്നതുകൊണ്ടാണ്. അതായത് ഞങ്ങളുടെ എക്സൈസ് ആയാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും നാട്ടുകാരായാലും വ്യാപാര സുഹൃത്തുക്കളായാലും എല്ലാവരും വലിയൊരു രീതിയിലുള്ള ജാഗ്രതയാണ് ഈ ഒരു വിഷയത്തിൽ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഇത് ഇത്രയധികം പിടിക്കപ്പെടുന്നത് എന്നതുകൊണ്ടാണ് വാർത്തകൾ വരുന്നത് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. എന്നാൽ ഈ അടുത്ത ദിവസം കീഴ്ശ്ശേരിയിൽ പുല്ലഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പുല്ലഞ്ചേരി ഫെസ്റ്റ് ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെ ഏകദേശം 1000-ഓളം അധികം ആളുകൾ പങ്കെടുത്ത ഒരു ഫെസ്റ്റ് ആയിരുന്നു. ആ ഫെസ്റ്റിൽ അവരാദ്യം ചെയ്തത് ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞയാണ് ചെയ്തത്. അതെല്ലാം കണ്ടുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. ഇന്ന് പല ആഘോഷങ്ങളും പരിപാടികളും എല്ലാ രൂപത്തിലുള്ള ആഘോഷങ്ങളിലും ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടിയായിട്ടാണ് മാറിയിരിക്കുന്നത്. അതെല്ലാം നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അസീം. ഇവിടെ അസീം പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റും ഇതര സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമാണ്. സൗകര്യപൂർവ്വം നമ്മൾ മറന്നിരിക്കുന്ന ഒരു മഹാലഹരിയാണ് മദ്യം എന്ന് പറയുന്നത്. മദ്യം കുടിക്കാമെന്നും അത് വിളമ്പാമെന്നും അത് പ്രശ്നമല്ല എന്നുള്ള ഒരു ലഹരി ബോധവൽക്കരണത്തിന് കാലികമായ പ്രസക്തിയില്ല എന്നുള്ള ഒരു സന്ദേശമാണ് കാഞ്ഞിരപ്പുറം സന്ദേശത്തിൽ ലഹരിയുടെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അസീമിന്റെ ഉപദേശമെന്ന് മനസ്സിലാക്കുന്നു. അത് ഉൾക്കൊള്ളാതെ നമ്മളൊക്കെ തയ്യാറാകണമെന്ന് പറയാം. അടുത്തായിട്ട് ഈ പരിപാടിക്ക് 2 വാക്കുകൊണ്ട് ഉപദേശം നൽകാൻ നൗസാദ് ജൂലിയൻ പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം കമ്മിറ്റിയുടെ കൊണ്ടൂർ താലൂക്കിലെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്. അദ്ദേഹം സെൻസ് കൊടുക്കും. മറ്റ് രക്ഷിതാക്കൾ, നാട്ടുകാർ, ലഹരിക്കെതിരെ നിരന്തരമായ പോരാട്ടമാണ് നമ്മുടെ ഈ വോട്ടേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അഭിനന്ദനീയമാണ്. പ്രസാദ് മാസ്റ്ററും ടീമുമൊക്കെ ഓരോ പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള ബോധവൽക്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂള് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ തുറക്കാൻ പോവാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 15 ദിവസം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിനാണ് നീക്കി വെച്ചിട്ടുള്ളത്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിന് യോഗ്യരായിട്ടുള്ള ആളുകൾ, ഇതുപോലെയുള്ള പൊതുസമൂഹത്തിലുള്ള ആളുകളെ വിളിച്ച് അത്തരം ബോധവൽക്കരണ ക്ലാസുകളിലേക്ക് നേതൃത്വം നൽകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന, നമുക്കറിയാം, നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കേസുകൾ വരുമ്പോഴും ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകാറുണ്ട്, വളരെ ലാഘവത്തോടു കൂടിയാണോ നമ്മുടെ വകുപ്പുകൾ ഇതിനൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ CI സാറും അതോടൊപ്പം തന്നെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുള്ള സാറും സൂചിപ്പിച്ചു, ഒരു കേസ് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പൊതുസാക്ഷിയെ 2 പൊതുസാക്ഷിയെ കിട്ടാത്തതാണ് വലിയ പ്രശ്നം എന്നുള്ളത്. ആ നിയമത്തിൽ കുടുങ്ങിക്കൊണ്ടാണ് പല പ്രതികളും ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള നിയമം മാറ്റി ഇതിവിടെ പോയിക്കൊണ്ടിരിക്കുന്ന പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കണ്ടിട്ടാണല്ലോ ഇത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ ഈ പൊതുസാക്ഷിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ കുറെ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് ബന്ധപ്പെട്ടവരോട് പറയാനുള്ളത്, അത്തരത്തിലുള്ള ഊരാക്കുടുക്കുകളിൽ കുടുങ്ങി ഇതിനെ ഒരു ലാഘവത്തോടു കൂടി കാണാതെ വളരെ ഗൗരവപൂർവ്വം തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ കാണണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഈ വോയിസ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും ഞാൻ പറയുന്നത്, ഇവിടെ ഈ തങ്ങൾ സീറ്റിന്റെ മുമ്പിൽ ഒരുപാട് പരിപാടികൾ നമ്മൾ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ DC മാഡം അടക്കമുള്ള ആളുകൾ. തീർച്ചയായും ഈ ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വിശേഷിച്ച് നമ്മുടെ റസാഖ് മാസ്റ്റർ പള്ളികളിൽ കയറി മിമ്പർ മൂപ്പർക്ക് കയറാൻ കഴിയാഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത്. മിമ്പർ റസാഖ് മാസ്റ്റർ നിങ്ങൾക്ക് മിമ്പർമക്ക് കയറാൻ കഴിയാത്തോണ്ടാവും. പള്ളിയിലെ പല പള്ളികളിലും നിരന്തര ബോധവൽക്കരണത്തിൽ റസാഖ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും അഭിനന്ദനീയമാണ്.
ഈ പരിപാടി നമ്മൾ വിജയിപ്പിച്ചെടുക്കേണ്ടതിന്റെ കൂട്ടായ്മയോടുകൂടി ഇതിനെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ പിന്തുണയും അറിയിക്കും. നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ഇവിടുത്തെ കിസുവ അതുപോലെ തങ്ങൾ ഫാർമസിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് 1 മണിക്കൂർ സമയം അങ്ങനെ ഇവിടെ ചെലവഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ മനസ്സാവാന്റെ കർമ്മ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ഞങ്ങൾക്ക് അനുവാദം തന്നത്. കാരണം ഈ വിഷയത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഏതായാലും അടുത്തായിട്ട് നമ്മുടെ പരിപാടിക്ക് എന്റെ വാക്കുകൾ ആശംസിക്കുന്നത് നമ്മുടെ CPI നെടിയിരുപ്പ് ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി കോട്ട മുഹമ്മദ് സാഹിബാണ്. താല്പര്യം പ്രൊസീജിയർ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഒരു നാട്ടിലെ ലഹരി ഒരു മാംസനിബദ്ധമായ വാക്കായി നാം കാണുന്നു. അതിനോടൊപ്പം ലഹരി ദുരന്തം എന്നുകൂടി ചേർത്തിട്ട് വേണം ഇനി മുതൽ നമുക്ക് മുന്നോട്ട് പോകണം. ലോകം തന്നെ ദുരന്തത്തിൽ കിടന്ന് കഴിക്കുന്ന, നമുക്കറിയാം, യുദ്ധം കൊണ്ട് നശിക്കുന്ന ലോകം, ഭീകരവാദം കൊണ്ട് നശിക്കുന്ന ലോകം, ഒപ്പം ലഹരി കൊണ്ട് നശിക്കുന്ന ലോകം. ഏത് വിജയനായാലും ആത്യന്തികമായി അത് ഏൽക്കുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ്. അതുകൊണ്ട് തന്നെ ചേർത്ത് പിടിക്കാം, സംരക്ഷിക്കാം, ചേർത്ത് പിടിക്കാം, പ്രതിരോധിക്കാം എന്ന വോട്ടേഴ്സിലെ മുദ്രാവാക്യം തീർത്തും ആകർഷണീയമാണ്. ഒരു സംഘാടകർ നിർവചിച്ച പോലെ 2 തരത്തിൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം. പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് പറയാം. പക്ഷെ പരിഹാരം പറയുന്നിടത്താണ് നമ്മൾക്ക് വേണ്ടത്ര ശുഷ്കാന്തി വേണ്ടത്. പ്രശ്നങ്ങൾ 1000 കാര്യങ്ങളെ കുറിച്ച് ഇവിടുന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി വേദിയെ കോരിത്തരിപ്പിക്കാം. പക്ഷെ നമ്മൾ പരിഹാരം കണ്ടെത്തുന്നതിന് ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പറയാനുള്ളത്. നമുക്കറിയാം, ഇവിടെ വന്ന് 2 യൂണിഫോം സർവീസും നമ്മളോട് പറഞ്ഞു നാട്ടുകാരായ ആളുകളുടെ സാക്ഷിയായിട്ട് കിട്ടുന്നില്ല. എന്നാൽ പുതിയ കാലഘട്ടത്തിലുള്ള വോട്ടർ ലിസ്റ്റ് പോലുള്ള ആളുകൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഏത് നട്ടപ്പാതിലേക്ക് വിളിച്ചാലും സാക്ഷിയാവാൻ ഈ വോട്ടേഴ്സ് ലിസ്റ്റിന്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ സംഘടനകൾ അത് മുമ്പിലുണ്ടാകും എന്ന് തന്നെ ഉറപ്പു പറയുകയാണ്. ഞാനും ഇതുപോലുള്ള ലഹരി വിരുദ്ധ കൂട്ടായ്മ കൂടി ഒരു പ്രദേശത്തിൽ നിന്ന് ലഹരിയെ മോചിപ്പിക്കണമെന്ന് പ്രത്യാശിച്ച് നമ്മുടെ നാട്ടിൽ ഇത് വിളിച്ചു ചേർത്തിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ പോലീസിന് ഒരു പരാതി കൊടുക്കുക എന്ന് പറഞ്ഞു. ഒരു 40ഓളം പേർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാനൊരു പരാതി കൊടുത്തു. പരാതി കഴിഞ്ഞാൽ അടിയിൽ ഒപ്പിടാൻ ആളുകളെ വിളിച്ചപ്പോൾ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെ എന്താണ് ഇത് ഒപ്പിടാതിരിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ ഈ ലഹരി ബിസിനസ് നടത്തുന്ന ആളുകൾ വീട്ടിൽ വന്ന് അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, ലഹരി മാഫിയയുടെ ഭീഷണി നമ്മളെ പ്രതിരോധ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ ഉത്കണ്ഠയായി നിൽക്കുമ്പോ, നമ്മുടെ തലയിലൊരു സൂചിപ്പുഴ പോലെ നിൽക്കുമ്പോ നമുക്ക് കുറച്ച് പ്രയാസമുണ്ടാവും. എന്നാലും ഐക്യപ്പെട്ട് ഈ നാടിന്റെ വോട്ടേഴ്സ് വോയിസ് എന്ന് പറയുന്നത് തന്നെ ഒരു ചുമതലാബോധം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വോട്ടേഴ്സാണ്. വോട്ടേഴ്സ് ആവുമ്പോൾ മൗലികാവകാശത്തിന് വേണ്ടി പോരാടേണ്ടി വരും. മൗലികാവകാശത്തിന് വേണ്ടി പോരാടുമ്പോൾ ഒരുപാട് ദുരന്തങ്ങൾക്കെതിരെ പോരാടേണ്ടി വരും. ഈ ദുരന്തങ്ങൾക്കെതിരെ പോരാടാൻ മുന്നണി പോരാളിയായി പ്രവർത്തിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലെ എനിക്കറിയാം, എന്നൊരു സുഹൃത്ത് ഇതിന് വോട്ടേഴ്സ് ലിസ്റ്റിലും മെമ്പറാണ്. അദ്ദേഹമാണ് എന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിയത്. അദ്ദേഹം ഒരു 4 തവണയെങ്കിലും ഇന്നത്തെ മീറ്റിംഗ് എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവും. നമുക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ പ്രതിനിധികൾക്ക് ഒരുപാട് പരിമിതികളുണ്ടെങ്കിലും ഈ ഉദ്ദേശ ലക്ഷ്യത്തിന് പരിമിതികളുടെ പ്രശ്നമല്ല. ഈ ദുരന്തത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഞാനും എന്റെ പാർട്ടിയും എല്ലാവിധ പിന്തുണ ഈ പ്രസ്ഥാനത്തിന് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഉമ്മൻ സാർ. കോട്ട ഉമ്മൻ സാറുടെ വാക്കുകൾ ഞങ്ങൾക്ക് വളരെ ഊർജ്ജം നൽകുന്നതാണ്. കാരണം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു പ്രഹസനമായിട്ടുള്ള പ്രസംഗം നടത്തിക്കൊണ്ട് ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കയ്യടി വാങ്ങുമ്പോൾ ആയത്തിൽ ഇറങ്ങിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന്റെ പിന്നിൽ ഒരു ഊർജ്ജശക്തി നൽകാൻ ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലോട്ട് ഓഫ് താങ്ക്സ്. അടുത്തായി നമ്മുടെ പരിപാടി 2 വാക്കുകൾ സംസാരിക്കുന്നത് വോട്ടേഴ്സ് ഫോഴ്സിന്റെ സ്നേഹോപകാരം ഏറ്റുവാങ്ങിയ കൊട്ടപ്പുറം പാലപ്പറമ്പ് നാട്ടുകാർ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രസിഡന്റ് റഷീദാണ്. റഷീദിനെ ഞാൻ ക്ഷണിച്ചു കൊടുത്തു. ബഹുമാനിയായ അധ്യക്ഷൻ, അതുപോലെ തന്നെ വോട്ടേഴ്സ് വോയിസിന്റെ പ്രവർത്തകരെ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ, വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. ഞങ്ങൾ ഏകദേശം 3
കൊല്ലത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തനമായി ഞങ്ങൾ റെസിഡൻഷ്യൽ നാട്ടന്മാർ റെസിഡൻഷ്യൽ അസോസിയേഷൻ രൂപീകരിച്ച് അതിന് മുന്നേ തന്നെ ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് പോയാണ്. ആ സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊരു കൂട്ടായ്മയിലേക്ക് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ലാതെ. അങ്ങനെയാണ് ഈ റെസിഡൻസിന്റെ ഉത്ഭവം. ഒരു കാലത്ത് ഞങ്ങളുടെ പാലപ്പറമ്പ് എന്ന പ്രദേശം ഏകദേശം മദ്യം ഒഴുകുന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നാട്ടുകാരോ ഞങ്ങളെ അയൽവാസികളോ ആയിരുന്നില്ല അതിന് കൂട്ടുനിന്നിരുന്നത്. പുറത്തുനിന്ന് വരുന്ന വാഹനത്തിൽ വന്ന് കൊണ്ടോട്ടിയൊക്കെ ഈ നിരനിരായി നിർത്തിയ വണ്ടികളെ പോലെ ആയിട്ട് ഞങ്ങളുടെയൊക്കെ പറമ്പിൽ ഒരു കാലത്ത് ഞങ്ങൾ സൗന്ദര്യത്തോടു കൂടി വണ്ടി നിർത്തി വെള്ളമടിക്കാനും അതുപോലെ തന്നെ മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന രൂപത്തിലായിരുന്നു. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കുറച്ച് ആളുകൾ ഇതിനെതിരെ രംഗത്ത് വന്നത്. ഒരു സമയത്ത് ഞങ്ങൾ രംഗത്ത് വന്നപ്പോൾ ഭീഷണിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും വൃത്തികെട്ട ഭാഷയിൽ ജാതി പറഞ്ഞുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ പിന്നീട് നടന്നത്. നിങ്ങൾക്ക് ഏത് ജാതിക്കാരാണ് എവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ചടപ്പിക്കുന്നത്. അതിന് പിന്നെ എല്ലാ ജാതിക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ എല്ലാ മതക്കാരും കൂടിയിട്ട് പ്രവർത്തന രംഗത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുവരെ ഞങ്ങൾ സഹിച്ചിട്ട് ക്ഷമിച്ചിട്ടില്ല, ഇനി വന്നത് കാര്യങ്ങളിൽ നടക്കൂല. സ്വകാര്യമായിട്ട് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു നാളെ കൊണ്ടുകൂടെ കൊണ്ടുപോകാൻ പാടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ മറ്റുള്ള ഭീഷണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ ഒരു 45 വരുന്ന യുവാക്കൾ തന്നെയാണ്. ഞങ്ങളുടെ പ്രദേശത്തുള്ള ആളുകളെ ഞങ്ങൾ 120 വീടുകളാണ് ഞങ്ങൾ റെസിഡൻഷ്യലുള്ളത്. ആ റെസിഡൻഷ്യലിലെ 45 യുവാക്കൾ ഇറങ്ങിയിട്ട് ആദ്യം മുന്നിൽ നടക്കും. ഏതെങ്കിലും വണ്ടിയോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുന്നിൽ നടന്നിട്ട് ആദ്യം പോയി ചോദ്യം ചെയ്യുകയും അതിനുശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ട് പ്രയാസപ്പെടുത്തുന്നതിന് ഞങ്ങൾ ശക്തമായി ഞങ്ങൾ രക്ഷിതാക്കളെ രൂപത്തിൽ തന്നെ ചെന്നുകൊണ്ട് സംസാരിച്ച് ചില സമയത്ത് ബലപ്രയോഗം വരെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങളെ പിന്നോട്ടില്ലാതെ ഞങ്ങൾ പുസ്തകമായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ഞങ്ങൾ റെസിഡൻഷ്യലിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഒരു ഭാഗം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമായിരിക്കും. ഒന്നുകിൽ എക്സൈസ് വിഭാഗത്തിൽ അല്ലെങ്കിൽ പോലീസ് വിഭാഗത്തിലൊക്കെ ആളുകളെ കൊണ്ടുവരാം. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സഹായിക്കുന്നത് ഈ കാര്യങ്ങൾക്ക് KK റസാഖ് മാസ്റ്ററാണ്. ഇതിനെ വളരെയധികം അഭിനന്ദിക്കാൻ ഈ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് എന്നും ഒരു മുതൽക്കൂട്ടായിട്ടുള്ള KK റസാഖ് മാസ്റ്റർ. അത് സന്തോഷമുണ്ട്. ഇന്നിപ്പോ ഞങ്ങൾ പ്രദേശത്തൊരു കൂട്ടായ്മ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങളൊരു ക്ലാസ് വെച്ചിരുന്നു. അത് ചെറിയൊരു അസൗകര്യം മാറ്റി വെച്ചിട്ടാണ് നാളെ കൊല്ലപ്പുറത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ മഹാസമ്മേളനത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ആ മഹാസമ്മേളനത്തിലേക്ക് എത്തണം, ആ സംഗമത്തിലേക്ക് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എവിടെ പോയാലും നമ്മളൊക്കെ നമ്മുടെ മക്കളെ ഓർക്കണം എന്ന് കൂടിയാണ് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലകളൊക്കെ വളരെ താഴ്മാറായി കളിക്കുന്ന രൂപത്തിലാണ് നമുക്കിത് മനസ്സിലായത്. ഞാൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ PT പ്രസിഡന്റായിട്ട് 3 കൊല്ലം പ്രവർത്തിക്കും. 15 കൊല്ലം അതിന് PT പഠിച്ചൊരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളാണ്. എല്ലാ പ്രായത്തിലെ ആളുകളല്ല. ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നാണ്. പല പ്രാവശ്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രദേശം മാത്രം എടുത്ത് പറയേണ്ടതില്ല. എല്ലാ പ്രദേശത്തെ വിദ്യാർത്ഥികളും അതിന് സജ്ജമായിട്ടാണ് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു മദ്യത്തിന് അടിമകളായിട്ടുണ്ടെന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ കണ്ണുകൾ എത്തുന്നത് നമ്മുടെ സ്നേഹികളായ നമ്മുടെ മക്കളിൽ ആണ്. അതുപോലെ തന്നെ എവിടെ ബോധവൽക്കരണ ക്ലാസുകൾ നടക്കുമ്പോൾ നമ്മളെ അമ്മമാരെ നമ്മളെ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുന്നില്ല. ഓരോ തലമുറയിൽ കൊണ്ടാണ് മക്കൾ കുറെയൊക്കെ ഈ രൂപത്തിലേക്ക് മാറുന്നത് എന്നാണ് എനിക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കർശനമായിട്ട് പറയുമ്പോൾ ഉപ്പയും ഉമ്മയും അച്ഛനും ഒക്കെ നമുക്ക് എതിരാണെന്ന് തോന്നിയാലും നമ്മുടെ മക്കളെ ഭാവി ഓർത്തിട്ട് നാളെ നമ്മുടെ മക്കൾക്ക് ചീത്തപ്പേര് വരാതെ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ തന്നെ ആയിരിക്കും നോക്കണം എന്നാണ് പറയുന്നത്. രാവിലെ പോകുന്ന ബാഗ് വൈകുന്നേരം തിരിച്ചു വരുമ്പോഴുള്ള ബാഗുകളൊക്കെ കാരണം ഞങ്ങൾ ഒരിക്കലും പരിശോധിക്കാൻ പാടില്ല. പക്ഷെ അസംബ്ലിയിൽ ഞങ്ങൾ പറഞ്ഞു PTA മെമ്പർമാർ മൊത്തം ക്ലാസ് റൂമിൽ കയറും, എല്ലാവരും ബാഗ് പരിശോധിക്കുമെന്ന് പറഞ്ഞ് HMനോട് പറഞ്ഞ് ഞങ്ങൾ കയറാനല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുള്ള അനുഭവം പല കുട്ടികളുടെ ബാഗുകൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട്, പല ബാത്റൂമുകൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ബാഗിന്റെ പല അറകളും ഇതുപോലത്തെ മയക്കുമരുന്നുകളുമായിട്ട് വരുന്ന ആളുകളുണ്ട്. പിന്നെ ഇതിലൊക്കെ ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയുകയാണ് എന്ന് പറയുന്നത്. ഞങ്ങളവിടെ നടന്നൊരു സംഭവം ഒരു അനുഭവമുള്ള ആളാണ് ഞാൻ. ഇതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നപ്പോ എന്ന് പരാതി വിളിച്ചു പറഞ്ഞു. അന്നത്തെ SI വന്നിട്ട് നേരെ വന്നപ്പോ
ഇപ്പൊ ഞങ്ങൾ കുറെ ആളുകൾ കൂടിക്കൊണ്ട് വെള്ളമടിച്ചിട്ട് ഒരാള് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് SI നേരെ കയറി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞപ്പോ പറഞ്ഞു നിയമം നിങ്ങൾ കയ്യിലെടുക്കട്ടാണ്. നിയമം നിങ്ങൾ കയ്യിലെടുക്കട്ട, അത് നോക്കാൻ ഞങ്ങൾ ഞാൻ ആ സാറോട് ഞാൻ ചോദിച്ചു ഒരു കാര്യം ചെയ്തിട്ട് സാറേ ഒരു പോലീസ് സ്റ്റേഷൻ ഈ പാലപ്പുറത്ത് സ്ഥാപിക്കാം, പിന്നെ ഞങ്ങൾ കയ്യിലെടുക്കണം, നിങ്ങൾ കയ്യിലെടുക്കാം. ഒരു കാര്യം ഞങ്ങൾ തീർത്ത് പറയുന്നത് ഇവിടെ നാളെ തന്നെ ഇവിടെ വെള്ളടിക്കുക മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ആരെയും കൈകാര്യം ചെയ്തിട്ടില്ല. ഈ പ്രദേശത്തുള്ള കുടുംബങ്ങൾ മൊത്തം കൂടി നാളെ കൈകാര്യം ചെയ്യും. പോലീസിന് എന്ത് നടപടി സ്വീകരിക്കാനുള്ള ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ SI വിളിച്ചിട്ട് എന്താ പറയുന്നത് പ്രശ്നം ഉണ്ടാക്കരുത്, അത് പറയല്ല. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ വെള്ളടിച്ചവന് കൊടുക്കല്ലേ. അപ്പൊ ആ രൂപത്തിൽ അതുപോലെ തന്നെ മയക്കുമരുന്ന് വിൽക്കുന്ന കേന്ദ്രം എക്സൈസുകാരെ വിളിച്ച് പറഞ്ഞിട്ട് എക്സൈസുകാരുടെ സമയവും സ്ഥലവും പറഞ്ഞിട്ട് അതിനുശേഷം ഓരോ വീട്ടിൽ പോയതിനു ശേഷം വന്നിട്ട് ആ പ്രത്യേക സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ നാട്ടുവർത്താനം പറഞ്ഞിരിക്കുന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ ഓരോന്നൊക്കെ നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാട്ടുകാർ മാത്രം വിചാരിച്ചാൽ പോരാ, പോലീസുകാരുടെ സഹായം കൂടി വേണം എന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇതുപോലത്തെ കൂട്ടായ്മകൾ എന്നും നിലനിൽക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ ഈ കാര്യങ്ങളിൽ നിന്നും പിന്മാറുന്നത് എന്നാണ് നമുക്ക് അതുപോലെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മക്കളെ സ്നേഹം ഉള്ളിൽ കാണിക്കാം, പുറത്ത് നമ്മൾ കർശനക്കാരാകണം എന്നാണ് പറയാനുള്ളത്. ഒരു വേദന പറഞ്ഞ ഒരു സംഭവം ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ തൊട്ട് അയൽവക്കത്തെ ഒരു സംഭവം ഉണ്ടായി. എനിക്കിത് അടിച്ചു കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായി. രണ്ടാളും മയക്കുമരുന്നിന് അടിമയാണ്. അതിനാ മരിച്ച കഴിഞ്ഞ റമദാനിലെ ആഴ്ച ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് പിന്മാറാൻ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് കുറിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ സമയത്താണ്. അപ്പൊ അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. പക്ഷെ ഓരോ കുറച്ചു കാലം കൂടി ഒക്കെ ജീവിച്ചു വന്നില്ലെങ്കിൽ നമ്മള് നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാൻ നമുക്ക് പോകാൻ അടിച്ചതെങ്കിലും കൊണ്ട് ആക്കി കൊടുക്കാൻ ചെറുപലൊക്കെ വൈകായി പറഞ്ഞാൽ ഏറ്റി പാർക്കാൻ അതിനുശേഷമാണ് സംഭവിച്ചത്. അങ്ങനത്തെ കുറെ ആളുകൾ ഇതിലേക്ക് പല ജീവിതത്തിലേക്ക് തിരിച്ചു ആക്കാനുള്ള കുറെ ആളുകളുണ്ട് ഈ ലഹരിയിൽ മുക്തമായിട്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ രഹസ്യമായി അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളെയും നമ്മൾ നല്ല നിലയ്ക്ക് പറഞ്ഞിട്ട് പരസ്യമല്ലാതെ രഹസ്യമായിട്ട് അവർ കണ്ടിട്ട് ഓരോ പ്രശ്നങ്ങൾ പഠിച്ചതിന് ശേഷം അതിന് പരിഹാരം കാണുന്ന രൂപത്തിൽ കൂടി ഞങ്ങളുടെ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് കൂടി അറിയിക്കാൻ ഈ പരിപാടിക്ക് എല്ലാവരും പാവങ്ങളും നിർത്തുന്നു. താങ്ക് യു ബഷീർ. അധികാരികൾ പോലും ഒരു പരിധിവരെ ലഹരി മാഫിയക്കൊപ്പം നിന്നപ്പോൾ ഒരു നാടൊന്നടങ്കം അതിനെ പ്രതിരോധിക്കുകയും ഇന്ന് നാട്ടിൽ ശാന്തി സമാധാനം ഉണ്ടാക്കിയെന്ന് പറയുന്നത് നമുക്കൊക്കെ മാതൃകാപരമായതാണ്. അടുത്തായിട്ട് പരിപാടിക്ക് രംഗവാക്കില് ബാബുകാര നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി അദ്ദേഹം സംസാരിക്കും. പ്രിയമുള്ള കോട്ടൈസ് പ്രവർത്തകർ, നാട്ടുകാർ, സുദീർഘമായ ഒരു പ്രസംഗം ഇവിടെ നടന്നു. ഇനി അഭിസംബോധന ചെയ്യുന്നില്ല ആരെയും കാര്യത്തിലേക്ക് കിടക്കാം. എന്റെ പ്രദേശം നീറ്റാണി, കുളത്തൂർ. നീറ്റാണി ഭാഗങ്ങളിലെ നമ്മൾ നേരത്തെ തന്നെ മഹലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മഹൽ കമ്മിറ്റി അവിടെ അത് സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ നല്ലൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മഹൽ കമ്മിറ്റിയിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ നാട്ടിലെ യുവാക്കളുടെ കൂട്ടായ്മ രൂപീകരിച്ച് ഈ ഇടപാടുകളും കാര്യങ്ങളും നടത്തുന്ന ആളുകളെ ഒന്ന് തലോടി കൊടുക്കും. അതാണ് അവിടുത്തെ ഒരു പ്രയോഗം. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സമീർ സാർ, അതേപോലെ തന്നെ എക്സൈസ് ഓഫീസർ, ഇവരൊക്കെ ഒരു കാര്യം സൂചിപ്പിച്ചു. ഈ ലഹരി പിടിക്കപ്പെടുമ്പോൾ അതിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ആളില്ല, അത് വലിയൊരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടെത്തുന്നത്. ഇതിന് പോകുന്ന ഈ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാരോ ഇവരൊക്കെ ആയിരിക്കും. ഒരു പക്ഷെ അവർക്ക് ഇതിനെ പിന്നാലെ പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അതിന് വേറൊരു മാർഗം തന്നെ ഉണ്ട്. ഇങ്ങനെ പിടിക്കപ്പെടുന്ന ലഹരികൾ സാക്ഷി പറയാൻ ആളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വില്ലേജ് ഓഫീസറെ വിളിച്ചു വരുത്തി അതിൽ സാക്ഷ്യപ്പെടുത്താൻ പറയണം. അങ്ങനെ ഒരു സിസ്റ്റം ഈ രാജ്യത്തുണ്ട്. അത് പലപ്പോഴും ഈ പോലീസ് ഓഫീസേഴ്സൊക്കെ എക്സൈസ് ഓഫീസേഴ്സൊക്കെ അത് നമ്മളെ വഴിമാറ്റി വിടുകയാണ്. നമ്മൾ സാക്ഷി പറയാൻ ആളില്ല, നമുക്കാരും സാക്ഷി പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നില്ല. അത് തെറ്റായ ഒരു നയമാണ് സംഭവം. അത് നമ്മൾ ഈ നോട്ടീസ് പോലീസ് അത് ചോദ്യം ചെയ്യണം. പിന്നെ അവർക്കുള്ള ജോലി ഈ റവന്യൂ വകുപ്പിലെ വില്ലേജ് ഓഫീസേഴ്സ് എന്ന് വന്ന് ഈ വലിയ പിന്നെ 1 കിലോ 2 കിലോ 3 കിലോ കഞ്ചാവുകളൊക്കെ പിടിക്കുമ്പോൾ അത് സാക്ഷ്യപ്പെടുത്തുന്നവര് ഈ SI റാങ്കിന്റെ മുകളിലുള്ള SI റാങ്ക് മുതൽ SI റാങ്കിന്റെ മുകളിലുള്ള ആളുകൾ വിളിച്ചാൽ നിർബന്ധമായിട്ട് ആ വില്ലേജ് ഓഫീസർ അവിടെ എത്തിപ്പെടണം എന്നുള്ളതാണ്.
പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പല രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഇന്ന് ഇവിടെ ഈ വേദിയിൽ വന്നിട്ടുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്. അവരോടൊന്ന് പറയാനുള്ളത്, ഈ ഇത്തരം കേസുകൾ പിടിക്കപ്പെടുമ്പോൾ ആദ്യം ചെല്ലാം നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അവരെ ഇറക്കി കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളാണ് ചെയ്യാം. അത് നമ്മൾ ഓരോരുത്തരും അത് ചെയ്യാതെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം മാറ്റേണ്ട. എന്നാൽ കഴിയുന്നതും പാർട്ടിയുടെ സഹായങ്ങൾ ഈ വോട്ടേഴ്സ് ഈ ലഹരി വിരുദ്ധ ഉണ്ടാവുമെന്ന് പറയുന്നത് ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു. എനിക്ക് ബാബു അടുത്ത് എന്റെ വാക്കുകൾ സംസാരിക്കാൻ നമ്മുടെ സുൽത്താൻ ബിച്ചു ക്ഷണിച്ചു കൊടുത്തു. ലഹരിക്കെതിരെയുള്ള ഈ ഭോജന സംഘം നടത്തിയ കോട്ടയം പ്രദേശത്തിന് ആദ്യമായിട്ടുണ്ട് ആദ്യവാദ്യങ്ങൾ ആസ്വദിച്ചിട്ടാണ്. ഈ വലിയ വേളയിൽ കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ലഹരിനെ പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മളെ ഭാഗപ്രസംഗത്തെ സാറ് റോമാത്തങ്ങൾ മറ്റുള്ള ഈ ശൈലികളുള്ള കുട്ടപ്പുറത്തുള്ള ഭാഷ അതുപോലെ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു. ആധികാരികമായിട്ട് അതിന് പറഞ്ഞിട്ടുള്ള ആളുടെ വിധാനം പറഞ്ഞുകൊണ്ട് അതിൻ്റെ അപ്പുറത്തൊന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു മാർഗ്ഗം ഇതിലുള്ളൂ. എന്താ വെച്ചാൽ താഴെത്തട്ടിൽ നിന്ന് നമ്മൾ കുട്ടിയുടെ ബോധവൽക്കരണം നടത്തണം. സ്വന്തം വീട് പൊളിച്ച് സ്കൂൾ പൊളിച്ച് അങ്ങനെയുള്ള ഓരോ ഘട്ടഘട്ടങ്ങളായിട്ട് മതസാഹചര്യ രീതികളൊക്കെ നമ്മൾ തടയണം. അപ്പോൾ സ്വന്തം കുട്ടി നമ്മളെ കുട്ടി മാത്രം തെറ്റ് ചെയ്യുക ആ മൂഢവിശ്വാസം നമ്മൾ ഒഴിവാക്കണം. നമ്മളെ കുട്ടിയായിരിക്കും ആദ്യം തെറ്റ് ചെയ്യുക എന്നുള്ള ആ വിശ്വാസം നമ്മൾ ആൾക്കും കൂടെ നമുക്കിത് താഴ്ത്തി നിർത്തിയിട്ട് മുൻകൂട്ടി ചെയ്യാൻ കഴിയുള്ളൂ. ഏതായാലും പിന്നെ ഞങ്ങളുടെ ദേശാന്തര അസോസിയേഷൻ ഞങ്ങളാൽ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിത് ചെയ്യുന്നുണ്ട്. ഇനി കോട്ടയം സ്പോർട്സിന്റെ കൂടെ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെ കഴിയുന്ന എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അധികാരികളായിട്ടുള്ള ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടിരിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. വളരെ സമയം പരിമിതമാണ്. രണ്ട് വാക്കുകൾ നമ്മുടെ പാസ്റ്റിന്റെ സെക്രട്ടറി ആസിഫ്. ഏറ്റവും പ്രിയപ്പെട്ട വോട്ടേഴ്സ് വൈസിന്റെ നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഇവിടെ 10-15 ആൾക്കാരുണ്ട്. കള്ളപ്പുട്ടായിട്ട് അങ്ങോട്ടും നടത്തിയിട്ടുള്ള ഒരു നിലപാടോട് കൂടിയിട്ട് ഉള്ള പല ആൾക്കാരും ദൂരെ ഒക്കെ നോക്കുന്ന സമയത്ത് അവരുടെ ചിന്തകളുമൊക്കെ വേറൊരു തലത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലഹരിക്കെതിരെ നമ്മൾ നടത്തുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും അത് ഒരു വിജയത്തിലെത്തുള്ളൂ. എൻ്റെ കുട്ടി നല്ലതാണ് എന്ന് ഞാനാണ് തീരുമാനിച്ച് എൻ്റെ കുട്ടിക്ക് എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു കൊടുക്കരുത്. എൻ്റെ കുട്ടി എന്നായിരിക്കും ആദ്യം നിന്ന് ആ പൊട്ടക്കിണറ്റിൽ വീഴുന്നത്. ഒരു ചെറിയ ടേസ്റ്റിൽ തുടങ്ങി ഒരാളെ ഭാവി അവസാനിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാധനമാണ് ലഹരി. മാത്രമല്ല, നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് കണ്ടു തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ 5-8 ആളുകളെ ഒരു ചെറിയ കുട്ടി, ചെറിയ ഒരു 20-25 വയസ്സുള്ള ഒരാളാണ് വ്യക്തി ഒന്ന് എന്ന് മാത്രമല്ല സമയമെടുത്തിട്ട് കൊല ചെയ്ത് അത്രയും റീച്ച്ഡ് മൈൻഡോട് കൂടി ആ ആള് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അയാളുടെ മാനസികാവസ്ഥ നമ്മൾ നോക്കണം, നമ്മൾ പഠിക്കണം അതിനെക്കുറിച്ച്. അപ്പോൾ അത് നമ്മളെ കുടുംബത്തിലെത്തുന്ന വരെ നമ്മൾ കാത്തു നിൽക്കാതെ തീർച്ചയായിട്ടും ഇത്തരം പരിപാടികളുടെ ഭാഗമാകേണ്ടത് തീർച്ചയായിട്ടും നമ്മളെ സാമൂഹിക ബാധ്യതയാണ്, സാമൂഹിക ഉത്തരവാദിത്തമുള്ള ഒരു മാനസിക നിലയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ടെന്നുള്ള എല്ലാവരോടും പറയാനുള്ളത്. ഞാൻ കൂടുതൽ ചെയ്യുന്നില്ല. എല്ലാ ഭാവങ്ങളും എല്ലാവിധ ആശംസകളും ഈ ഒരു പരിപാടിക്ക് അർപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പാസ്ക് കഴിഞ്ഞ 40 വർഷമായിട്ട് സാമൂഹിക സേവന രംഗത്ത് കൊണ്ടോട്ടിയിൽ നിര സാന്നിധ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്ത് നമ്മളെ പള്ളി കഴിഞ്ഞതിന് ശേഷം, പെരുന്നാൾസ്കാരം കഴിഞ്ഞതിന് ശേഷം പുറത്ത് വെച്ചിട്ട് അവിടെയുള്ള പങ്കെടുത്ത എല്ലാവരും തിരിച്ചു കൂട്ടിയിട്ട് ഒരു പ്രതിജ്ഞ, നല്ലൊരു പ്രതിജ്ഞ നമ്മൾ ആ നാട്ടുകാരെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ലഹരിക്കെതിരെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിൻ്റെ എല്ലാ സഹകരണങ്ങളും നമ്മൾ അവർക്ക് നേരിടും. എന്ത് വിഷയത്തിൽ നമ്മളെ വിളിക്കാൻ ബന്ധപ്പെടുകയൊക്കെ ചെയ്യാം. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്. പരിപാടിക്ക് രണ്ട് വാക്കിൽ നമ്മുടെ വോട്ടേഴ്സ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി റഷീദ് സംസാരിക്കും. പ്രിയമുള്ളവർ, ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഇത്തരം പ്രവർത്തനങ്ങളുമായി വോട്ടേഴ്സ് വോയിസ് കൊണ്ടോട്ടിയിലും പരിസര പ്രദേശങ്ങളിലും എത്തിച്ചേരുമ്പോൾ അതിന്റെ പ്രവർത്തകർക്ക് നിങ്ങളുടെ സഹായവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന മാത്രം ഇവിടെ പറയുന്നു.
എന്നെ ഈ അവസരം നൽകിയ അധ്യക്ഷനെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളിവിടെ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വോട്ടേഴ്സ് ഫീസിന്റെ പ്രൊഫസർ കെ ടി മൊയ്തു ഭായി ഈ ഔപചാരികമായി നന്ദി അറിയിക്കുന്നു. പ്രിയ നാട്ടുകാരെ, നമ്മുടെ സമൂഹത്തിന് കാർമ്മിക്കുന്ന നമ്മുടെ യുവതയെ വഴിപിഴപ്പിക്കുന്ന ലഹരിക്കെതിരെ വോട്ടേഴ്സ് ചോയ്സ് നടത്തുന്ന ഈ ക്യാമ്പയിൻ തികച്ചും അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇതിൽ പങ്കെടുത്ത എല്ലാ നല്ലവരായ നാട്ടുകാരെയും പ്രത്യേകം ഞാൻ ആൾക്കാരെ പ്രത്യേകം പറയുന്നില്ല. എല്ലാവർക്കും വോട്ടേഴ്സ് ചോയ്സിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമുക്ക് ഈ ഏരിയ ഈ സമ്മേളനം നടത്താൻ ഇതിനെ അനുമതി തന്ന നമ്മുടെ കിസ്വ ആൻഡ് തങ്ങൾസ് ഫാർമസി എന്നിവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്.